മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി, ടേസ്റ്റി ബോട്ടണി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എക്സാം പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചൊരു ചാപ്റ്ററാണ് പ്ലാൻ കിങ്ഡം. അപ്പോൾ ഈ പ്ലാൻ കിങ്ഡം എന്നുള്ള ചാപ്റ്റർ എങ്ങനെ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നോക്കാം കേട്ടോ, നമുക്ക് പ്ലാൻ കിങ്ഡം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് നമ്മുടെ അടുത്ത് പറയുന്നത് ക്ലാസിഫിക്കേഷനാണ്, പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇതല്ല ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനില് പ്ലാന്റുകളെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്? ബേസ്ഡ് മെയിൻലി ഓൺ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അതായത് നമ്മൾ ആ ചെടികളെ കാണുന്ന അതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രം ബേസ് ചെയ്തുകൊണ്ട്, സച്ച് ആസ് ഹാബിറ്റ്, അതിന്റെ കളറ്, അതുപോലെ അതിന്റെ ലീഫുകളുടെ ഷേപ്പ്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അത് നമ്മുടെ ലിന്നേഴ്സ് ആണ് കേട്ടോ, ലിന്നേഴ്സ് ആണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഇപ്പൊ കുറച്ച് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രം നോക്കിക്കൊണ്ടായിരുന്നു ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോ നമ്മൾ നേരത്തെ നോക്കിയത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രമായിരുന്നു. ഈ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബെന്തൻ ആൻഡ് ഹൂക്കറിന്റെ ആണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇവര് കൺസിഡേർഡ് നോട്ട് ഓൺലി എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, പുറമെ കാണുന്ന മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് മാത്രമല്ല, ബട്ട് ഓൾസോ ഇന്റേണൽ ഫീച്ചേഴ്സ്, അല്ലെ, അകത്തുള്ള ക്യാരക്ടേഴ്സ് കൂടി അവര് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. എന്തൊക്കെ സജസ് അനാട്ടമി, പ്ലാന്റിന്റെ അനാട്ടമി നോക്കി, അതുപോലെ അതിന്റെ എംബ്രിയോളജി നോക്കി, ഫൈറ്റോ കെമിസ്ട്രി. അപ്പൊ അങ്ങനെ നാച്ചുറൽ സിസ്റ്റത്തില്, ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രം ബേസ് ചെയ്തുകൊണ്ട് നടത്തിയ ക്ലാസിഫിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവര് അനാട്ടമിക്കൽ ആയിട്ടുള്ള, അതുപോലെ എംബ്രിയോളജിക്കൽ ആയിട്ടുള്ള, അതുപോലെ ഫൈറ്റോ കെമിക്കൽ ആയിട്ടുള്ള, അങ്ങനെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബെന്തൻ ആൻഡ് ഹൂക്കർ നടത്തിയത് കേട്ടോ. അടുത്തത് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. Phylogenetic system of classification, it's based on evolutionary relationship. ജീവജാലങ്ങളുടെ പരിണാമപരമായിട്ടുള്ള എവല്യൂഷണറി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അത് പ്രപ്പോസ് ചെയ്തത് എംഗ്ലറാണ് കേട്ടോ. അപ്പൊ നമ്മൾ 3 സയന്റിസ്റ്റുകളെയും 3 ക്ലാസിഫിക്കേഷനും പറഞ്ഞു. ന്യൂമറിക്കൽ ടാക്സോണമി, ടാക്സോണമി എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ കേട്ടോ. അപ്പൊ ഇതില് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി, യൂസിങ് കമ്പ്യൂട്ടേഴ്സ്, numbering codes are assigned for each character and data are then processed. ഒരുപാട് ക്യാരക്ടേഴ്സ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ each characters get equal importance. അതായത് ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്ത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ഇവിടെ നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂമറിക്കൽ ടാക്സോണമി. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് സൈറ്റോ ടാക്സോണമി. സൈറ്റോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സെല്ലുകൾ അല്ലേ. അപ്പോൾ ഈ സൈറ്റോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കിക്കൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ നോക്കൂ. ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ, ഇതൊക്കെ ലൈക്ക് ക്രോമസോം നമ്പർ, അതുപോലെ അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ബിഹേവിയർ, ഇതെല്ലാം നോക്കിക്കൊണ്ട് അതിന്റെ സെല്ലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സൈറ്റോളജിക്കൽ ആയിട്ടുള്ള
ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ് മക്കളെ സൈറ്റോ ടാക്സോണമി. ഇനി അടുത്തത് കീമോ ടാക്സോണമിയാണ്. കീമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കെമിക്കൽസ് അല്ലേ. അപ്പൊ ചെടികൾ പലതും പല സ്മെല്ല് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്കറിയാം ഓരോ ചെടിയിലും പല ടൈപ്പ് കെമിക്കൽസ് ആണുള്ളത്. ഓരോ ഫാമിലിയിലെ ചെടികൾക്കും പല ടൈപ്പ് കെമിക്കൽസ് ആണുള്ളത്. അപ്പൊ ഇവയെ ബേസ്ഡ് ഓൺ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് പ്രസന്റ് ഇൻ പ്ലാന്റ്സ്, പ്ലാന്റ്സിന്റെ ഉള്ളിൽ എന്തൊക്കെ കെമിക്കൽസ് ആണുള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഓരോരോ ഗ്രൂപ്പുകളാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, കീമോ ടാക്സോണമി എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ പ്ലാന്റുകളെ പല പല ഗ്രൂപ്പുകളായിട്ട് പല പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിലോട്ട് പോവാണ്. ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ പ്ലാന്റ് കിങ്ഡം എന്നാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ആദ്യം തരാം. നമ്മൾ ഇതിൽ പഠിക്കുന്നത് നമുക്കറിയാം 5 പ്ലാന്റ് കിങ്ഡംസ് ഉണ്ട്. ഒന്ന് ആൽഗേ, ഇത് നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ പ്ലാന്റ് കിങ്ഡമാണ് ബ്രയോഫൈറ്റ്സ്. മൂന്നാമത്തെ പ്ലാന്റ് കിങ്ഡമാണ് ടെറിഡോഫൈറ്റ്സ്. 4 ജിംനോസ്പേംസ്. 5 ആൻജിയോസ്പേംസ്. നിങ്ങൾ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ചിലർ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പൊ എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ ആൽഗേ എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള പ്ലാന്റുകളാണ് അല്ലെ. വെള്ളത്തിൽ കാണുന്ന പ്ലാന്റുകളാണ് ആൽഗയിൽ പ്ലാന്റ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ ഇവർക്ക് ശരിക്കും നല്ലൊരു റൂട്ടോ സ്റ്റെമ്മോ ലീവ്സോ ഒക്കെയുള്ള പ്ലാന്റ് ബോഡി ഒന്നും ഇല്ല, പാവുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് ബ്രയോഫൈറ്റിൽ എത്തുമ്പോഴേക്ക് കുറച്ചും കൂടി വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മണ്ണിൽ ജീവിക്കുന്ന കുറച്ച് ഇലകളൊക്കെ വരാം. ഇങ്ങനെ തുടങ്ങിയ ഇല പോലത്തെ അല്ലെങ്കിൽ റൂട്ട് പോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ ചെറുതായിട്ട് വരാൻ തുടങ്ങുന്ന ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റുകൾ. അത് കഴിഞ്ഞ് അതിനേക്കാൾ ഒന്നുകൂടി ഉയർന്നിട്ടുള്ളതാണ് ടെറിഡോഫൈറ്റ്. അതിനേക്കാൾ ഉയർന്നിട്ടുള്ളതാണ് ജിംനോസ്പേം. പിന്നീട് നമ്മൾ കാണുന്ന വലിയ ചെടികളാണ് ഈ ആൻജിയോസ്പേം. ഇനി നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇതില് ആൽഗകളുടെ പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റിക് ആണ്. ഇത് ഒരു പക്ഷേ നിങ്ങൾ ഇതെല്ലാം ലാസ്റ്റ് കഴിഞ്ഞാലാവും ഇത് ക്ലിയർ ആവും നിങ്ങൾക്ക്. എന്നാലും എക്സാമിന് തെറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ഐഡിയ തരുന്നത്. ഇത് ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ് ആൽഗയ്ക്കുള്ളത്. അതായത് N ക്രോമസോം നമ്പറുള്ള പ്ലാന്റ് ബോഡി, പകുതി ക്രോമസോം നമ്പറുള്ള പ്ലാന്റ് ബോഡി നമുക്ക് പറയാം. എന്നാൽ അതുപോലെ ബ്രയോഫൈറ്റ് എത്തുമ്പോഴും അതിന്റെ പ്ലാന്റ് ബോഡി, നമ്മൾ കാണുന്ന പ്ലാന്റ് ബോഡി, അത് ഗാമറ്റോഫൈറ്റിക് ആണ്, N ക്രോമസോം നമ്പർ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 3 എണ്ണം അവയുടെ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റിക് ആണ്. അതായത് 2N ക്രോമസോം നമ്പർ ഉള്ള പ്ലാന്റ് ബോഡിയാണ് നമ്മൾ ടെറിഡോഫൈറ്റിലും ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലും കാണുന്നത്. അപ്പൊ ഈ പാവങ്ങളായിട്ടുള്ള 2 പ്ലാന്റ് ഗ്രൂപ്പുകളിലാണ് നമ്മൾ എന്ത് കാണുന്നുള്ളൂ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ N ക്രോമസോം നമ്പർ ഉള്ള പ്ലാന്റ് ബോഡി കാണുന്നല്ലോ കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു ഈ ഒരു ചാപ്റ്ററിന്റെ മൊത്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് അങ്ങനെയാണ് കിട്ടുക. ഇവിടെ നമ്മൾ ഇതിനെ പറയും ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ N ക്രോമസോം നമ്പർ, അതല്ലെങ്കിൽ ഹാപ്ലോയിഡ് എന്ന് പറയും. ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി അല്ലേ. ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്താണ് 2N ആണ്, സ്പോറോഫൈറ്റിക് ആണ്, അതല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിപ്ലോയിഡ് എന്ന് പറയും, ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ പ്ലാന്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽഗയെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ആൽഗകള് ക്ലോറോഫിൽ ബെയറിംഗ്. അവയ്ക്ക് എന്തുണ്ട്, ക്ലോറോഫിൽ ഉണ്ട് അല്ലേ. ഫോട്ടോസിന്തസിസ് നടക്കുന്ന കളർ ഉണ്ടല്ലേ, പച്ചക്കളർ. ക്ലോറോഫിൽ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയാണ് അവർക്കുള്ളത്. ടാലോയിഡ് പ്ലാന്റ് ബോഡിയാണ്. ടാലോയിഡ് എന്ന് പറഞ്ഞ മക്കളെ, അവരുടെ പ്ലാന്റ് ബോഡി ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻടു റൂട്ട്, സ്റ്റെം ഓർ
ലെയേഴ്സ്. പ്ലാന്റ് ബോഡിയിൽ നമുക്ക് ഇലകൾ കാണാൻ പറ്റില്ല, സ്റ്റെമ്മ് കാണാൻ പറ്റില്ല, റൂട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്ലാന്റ് ബോഡിക്കാണ് നമ്മൾ താലോയിഡ് എന്ന് പറയുക കേട്ടോ. ദെൻ ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് അവ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നു അല്ലേ. ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽസ് അല്ലേ. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഓട്ടോട്രോഫിക് എന്ന് പറയാ. തന്നെ ആൽഗകള് ലാർജ്ലി ദേ ആർ അക്വാട്ടിക്, വെള്ളത്തിലാണ് ആൽഗകളിൽ മിക്കവാറും കാണുന്നത് നമ്മൾ. അപ്പൊ ക്ലോറോഫിലുള്ള ഓട്ടോട്രോഫിക് ആയിട്ടുള്ള താലോയിഡ് പ്ലാന്റ് ബോഡിയുള്ള അക്വാട്ടിക് ആയിട്ടുള്ള പ്ലാന്റുകളുടെ ഒരു ഗ്രൂപ്പാണ് ഈ ആൽഗെ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ആൽഗയിൽ എവിടെയൊക്കെ കാണുന്നു? അവിടെ ഹാബിറ്റാറ്റ് എവിടെ കാണുന്നു? മോയിസ്റ്റ് സ്റ്റോൺസ് അല്ലേ. നമ്മള് ഈ കടലിന്റെ അടുത്ത് അല്ലെങ്കിൽ പുഴയുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ പാറേന്റെ മുകളിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ വീണ് പോകും അല്ലെ. അപ്പൊ അതെന്താണ്, അതിന്റെ മുകളിലൊക്കെ നിറയെ ആൽഗകളുണ്ട്, മോയിസ്റ്റ് ആയിട്ടുള്ള ഏരിയകളിലാണ്. അതുപോലെ സോയില്, വുഡില്, ദെൻ ചിലത് ഫംഗസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അവർ പറയുന്ന പേരാണ് ലൈക്കൻ അല്ലേ. ആൽഗയും ഫംഗസും തമ്മിലുള്ള അസോസിയേഷൻ അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ലൈക്കൻ. ഓക്കെ. ഇവയുടെ എങ്ങനെയൊക്കെ ഇവ ഇരിക്കുന്നത് നമുക്ക് പല ടൈപ്പിലുണ്ട് അല്ലേ. നല്ല ഭംഗിയാവും. നമ്മൾ മൈക്രോസ്കോപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ആൽഗകൾ ഉണ്ടാവുക. ഇത് മേ ബി മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ കണ്ടോ. ഇവിടെ ഈ കാണുന്നില്ലേ, ഈ ക്ലാമിഡോമോണാസ് എന്നാണ് പറയാ. ഈ ക്ലാമിഡോമോണാസിനൊക്കെ പോലെ ഇവരെന്താവും, മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂണിസെല്ലുലാർ മൈക്രോസ്കോപ്പിക്ക യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ നിങ്ങള്, ഒരു കോളനി ആയിട്ട് നല്ല ഭംഗിയില് കൊളോണിയലായിട്ട് കോളനി ആയിട്ട് കാണുന്ന വോൾവോക്സ് പോലത്തെ ആൽഗകൾ. ഓക്കെ. അതുകൂടാണ്ട് ഇവിടെ നോക്കൂ, യുലോത്രിക്സ്, സ്പൈറോഗൈറ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇവരിങ്ങനെ ഫിലമെന്റ് പോലെ നൂല് പോലെ കാണുന്ന ആൽഗകളാണ് കേട്ടോ. ഫിലമെന്റസ് ആയിട്ട് കാണുന്ന യുലോത്രിക്സ് ഉണ്ട്, യുലോത്രിക്സ്. അതുപോലെ യുലോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ അവരെങ്ങനെയാ കാണുന്നത്? അവർ ഫിലമെന്റസ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മാസീവ് പ്ലാന്റ് ബോഡിയായിട്ട് നിറയെ നമ്മൾ കടലിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ തിരമാലയിലൊക്കെ അങ്ങനെ അടിഞ്ഞു വരുന്ന കേവ്സ് പോലെയുള്ള പ്ലാന്റുകളുണ്ട്. അപ്പൊ ആൽഗകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ആൽഗകൾ നല്ല ഭംഗിയായിട്ട് പല ടൈപ്പുള്ള ആൽഗകൾ നമുക്ക് കാണുന്നുണ്ട്. അത് മേ ബി യൂണിസെല്ലുലാർ, or they may be colonial, or they may be filamentous. അപ്പൊ അങ്ങനെ അവിടെ ഫോമിൻ സൈസ് ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ. ഓക്കെ. ദെൻ ഇനി നമ്മള് ദാ നോക്കൂ, നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടോ. ദാ ഇവിടെ ഇതൊക്കെ നിങ്ങൾ കാണുന്ന ആൽഗകൾ. നമ്മൾ കുളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നൂല് പോലെ വരും അല്ലെ. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ദാ ഒരുപാട് ഈ സ്പൈറോഗൈറ, അതുപോലെ യുലോത്രിക്സ്, വോൾവോക്സ് ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഇനി ഈ ഇവയുടെ പ്ലാന്റ് ബോഡിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇവര് എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് നോക്കാം നമുക്ക്. അവയില് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് മക്കളെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒരു ഭാഗം മുറിഞ്ഞു പോയിട്ട് പുതിയൊരു ചെടിയായിട്ട് മാറുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഫ്രാഗ്മെന്റ് മുറിഞ്ഞു പോയിട്ട് രണ്ടായിട്ട് മാറും. അപ്പൊ ഇങ്ങനെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ മുഖേന നടക്കാം. ദെൻ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സൂസ്പൂസ് മുഖേനയാണ്.
പറ്റുന്ന മോട്ടൈൽ ആയിട്ടുള്ള സൂസ്പോസ് മുഖേനയാണ് ഇവയിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി നമ്മൾ ഇവയുടെ സെക്ഷൽ റീപ്രൊഡക്ഷനിലോട്ടാണ് പോകുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ പല ടൈപ്പുള്ള ഗെമിറ്റുകൾ ഇവയിൽ ഉണ്ടാകുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഗെമിറ്റുകൾ ഐസോഗ്യാമസ്. ഐസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗെമിറ്റുകൾ സിമിലർ ഇൻ സൈസ് ആൻഡ് ഷേപ്പ്, ഒരേപോലെയുള്ള ഗെമിറ്റുകൾ. അവരുടെ സൈസും ഷേപ്പും ഒക്കെ ഒരേപോലെ ഇരിക്കും. അങ്ങനെയുള്ള ഗെമിറ്റുകൾ ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഐസോഗ്യാമസ് ഒന്നുകിൽ അതിൻ്റെ ഡയഗ്രാം തന്നിട്ട് ഇത് എങ്ങനെയുള്ള ഗെമിറ്റ്സ് ആണെന്നൊക്കെ ചോദിക്കുന്നു നമ്മളടുത്ത്. സിമ്പിളായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഐസോഗ്യാമറ്റ്സ് സിമിലർ ഇൻ സൈസ് ആൻഡ് ഷേപ്പ്, ഒരേപോലെയുള്ളത്. അതിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. യുലോത്രിക്സില്, സ്പൈറോഗൈറയില്, ഇവയിലൊക്കെ എന്താണ്? ഐസോഗമിയാണ് നടക്കുന്നത്. ഒരേപോലെയുള്ള ഗെമിറ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നോക്കൂ, അനൈസോഗ്യമസ് ഉണ്ട്. അനൈസോഗ്യമസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐസോന്റെ നേരെ ഓപ്പോസിറ്റ്. ഗെമിറ്റ്സ് ഡിസിമിലർ ആവുക, ഒരേപോലെ ആവില്ല. ഒന്നുകിൽ ഒരാൾ വലുതും ഒന്ന് ചെറുതും ആവും. ഓക്കെ, അതല്ലെങ്കിൽ ഒന്ന് മോട്ടൈൽ അല്ലെങ്കിൽ ഒന്ന് നോൺ മോട്ടൈൽ, അങ്ങനെ ആവും. അപ്പോൾ ഇങ്ങനെ ഡിസിമിലർ ആയിട്ടുള്ള ഗെമിറ്റുകളാണ് ഉള്ളതിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറയും അനൈസോഗ്യമസ്. ദെൻ അത് കഴിഞ്ഞ് അടുത്തതാണ്, ഇതെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, ഊഗ്യാമസ്. ഊഗ്യാമസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഊഗ്യാമസ് എന്ന് പറഞ്ഞാൽ അവയില് ലാർജ് നോൺ മോട്ടൈൽ എഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിന്റെ എഗ്. ഇപ്പൊ ഊഗമി എഗ് ലാർജ് ആണ്, അതിന്റെ മുകളിൽ ഫ്ലജെല്ല ഇല്ല, നോൺ മോട്ടൈൽ ആണ് കേട്ടോ. അതിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നത് സ്മോൾ മോട്ടൈൽ സ്പെർമാണ്. സ്പേം സ്മാൾ ആണ്, മോട്ടൈലാണ്. എപ്പോഴും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാനത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഊഗമി എന്ന് പറഞ്ഞാൽ അതില് നോൺ മോട്ടൈൽ ആണ് എഗ്, പക്ഷെ സ്പേം മോട്ടൈൽ ആണ് കേട്ടോ. എക്സാമ്പിൾസ് പറയുന്നുണ്ട്. വോൾവോക്സില് അതുപോലെ ഫ്യൂക്കസിലൊക്കെ നമ്മൾ കാണുന്നത് ഊഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, എന്തിനൊക്കെയാണ് നമ്മൾ ഇവരെ ഉപയോഗിക്കുന്നത്? ആൽഗകള് നോക്കൂ, they carry out half of the total photosynthesis on earth. അല്ലേ? ഭൂമിയിൽ കാണുന്ന ഫോട്ടോസിന്തസിന്റെ പകുതി നടത്തുന്നത് ഈ ആൽഗകളാണ്. ചിലത് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സർഗാസം, ലാമിനാരി. അതിനടുത്ത് മുമ്പൊന്നും അത്ര ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ വിജിലൻ്റ് ആയിട്ടിരിക്കണം. നല്ല ടഫായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. നമ്മൾ സിമ്പിളാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കാര്യമില്ല, പിന്നെ നമുക്ക് അങ്ങനെ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എക്സാമ്പിൾസ് ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളവർ കേട്ടോ. അല്ലാത്തവരൊരു ആവറേജ് മാർക്ക് മതി എന്നുള്ളവർ അത്ര റിസ്ക് എടുക്കണമെന്നില്ല. ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളവർ എന്തായാലും ഡയഗ്രാംസും എക്സാമ്പിൾസും ഒക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന സർഗാസം, ലാമിനാരിയ, ഇതൊക്കെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതുപോലെ കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റുകൾ, ഈ ആൽഗകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവയ്ക്ക് വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ധാരാളം ഹൈഡ്രോകൊളോയിഡ്സ് ഉള്ളത് കൊണ്ട് ഈ ഫുഡിനൊക്കെ തന്നെ തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറേ ഫുഡിനൊക്കെ തന്നെ തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഫുഡ് പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നൊക്കെ ഫുഡ് പ്രോഡക്റ്റുകൾ കിട്ടില്ലേ, അതിനൊക്കെ തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആൽഗകൾ യൂസ് ചെയ്യുന്നുണ്ട്. ജെല്ല് പോലെയൊക്കെ ഉണ്ടാവില്ല. അതായത് അതുപോലെ തന്നെ ആൽജിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കെമിക്കൽ ബ്രൗൺ ആൽഗയിൽ നിന്ന് എടുക്കുന്നത്. അതുപോലെ കാരഞ്ചീനിൻ റെഡ് ആൽഗയിൽ നിന്ന് എടുക്കുന്നത്. ഇവരൊക്കെ ഇങ്ങനെ നമുക്ക് കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ എക്കണോമിക് ഇമ്പോർട്ടൻസ് തന്നെയാണ് പിന്നെയും പറയുന്നത്. അഗാർ
അഗാർ എന്ന് പറഞ്ഞ കെമിക്കൽ നമ്മൾ അഗാർ മീഡിയ എന്നൊക്കെ പറഞ്ഞില്ലേ, ടിഷ്യൂ കൾച്ചറിനൊക്കെ യൂസ് ചെയ്യുന്ന അഗാർ മീഡിയ ഉണ്ട്. അപ്പോ ജലീഡിയം എന്ന് പറഞ്ഞ അഗാർ എവിടെ നിന്നാ കിട്ടുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അഗാർ എന്ന് പറഞ്ഞ അഗാർ കിട്ടുന്നത് നമുക്ക് ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ ഈ ആൽഗകളിൽ നിന്നാണ് നമുക്ക് അഗാർ കിട്ടുന്നത്. ഇവ യൂസ്ഡ് ടു ഗ്രോ മൈക്രോബ്സ് ആൻഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. നമ്മൾ മൈക്രോബ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ, ജെല്ലി ഉണ്ടാക്കാനൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അഗാർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്ലോറല്ല ആൻഡ് സ്പൈറുലിന ഇവയുടെ പ്രത്യേകത ദേ ആർ റിച്ച് ഇൻ പ്രോട്ടീൻസ്. ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ സ്പേസിൽ ട്രാവലേഴ്സ്, സ്പേസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കഴിക്കുന്ന പോലെ ചിക്കൻ ബ്രോസ്റ്റ് അതായത് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ സ്പേസ് ട്രാവലേഴ്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ ഈ എക്സാമ്പിള്. ക്ലോറല്ല സ്പൈറുലിന പോലത്തെ ആൽഗകളാണ് സ്പേസ് ട്രാവലേഴ്സ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ആൽഗകളെ നമ്മൾ മെയിനായിട്ട് 3 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്ലോറോഫൈസിയേ ഓർ ഗ്രീൻ ആൽഗേ. 2 ഫെയോഫൈസിയേ ഓർ ബ്രൗൺ ആൽഗേ. 3 റോഡോഫൈസിയേ ഓർ റെഡ് ആൽഗേ. ഇങ്ങനെ 3 ക്ലാസ് ആൽഗകളാണ്. ആൽഗകളുടെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ക്ലോറോഫൈസിയനെ കുറിച്ചിട്ടാണ് കേട്ടോ. ക്ലോറോഫൈസിയ അതാ കണ്ടോ, ഭയങ്കര നല്ല ഭംഗിയുള്ള നമ്മുടെ സ്പൈറോഗേറയ്ക്കുള്ള അതുപോലെ ക്ലാഡോമോണാസ് ഉള്ള നല്ല ക്ലോറോഫിലൊക്കെ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ്. നോക്കൂ, ഇവിടെ നമുക്ക് സ്റ്റാർ പോലത്തെ ക്ലോറോഫിൽ കാണുന്നുണ്ട്, റിബൺ പോലത്തെ ക്ലോറോഫിൽ കാണുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പിൽ കാണുന്ന ഒരു ആൽഗൽ ഗ്രൂപ്പാണ് കേട്ടോ ക്ലോറോഫൈസിയ. ക്ലോറോഫൈസിയനെ നമ്മൾ വിളിക്കും ഗ്രീൻ ആൽഗേ എന്ന് വിളിക്കും. ഗ്രീൻ ആൽഗേ ആൻഡ് they may be unicellular അല്ലേ, യൂണിസെല്ലുലാർ ആയിട്ടുള്ളവയുണ്ട്, കൊളോണിയൽ ആയിട്ടുള്ളവയുണ്ട്, ഫിലമെന്റസ് ആയിട്ടുള്ളവയുണ്ട്. നമുക്ക് ടീച്ചർ കാണിച്ചു തന്നു ഇവിടെ. ഓക്കെ, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗയുണ്ട്, ഫിലമെന്റസ് ആയിട്ടുള്ള ആൽഗകളുണ്ട്, കൊളോണിയൽ ആയിട്ടുള്ള ആൽഗകളുണ്ട്. ഇവ കളർ നമുക്കറിയാൻ പറയേണ്ട കാര്യമില്ല, ഗ്രീൻ കളറാണ്. ആൻഡ് ഇവിടെ എന്താണ്, അവിടെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റുകൾ കാണുന്നത് ഈ ക്ലോറോഫൈസിയയിലാണ് കേട്ടോ. ഇവിടെ ക്ലോറോപ്ലാസ്റ്റുകൾ ഒന്നുകിൽ ഡിസ്ക് പോലെ ആവും, ഡിസ്കോയിഡ് ഓർ പ്ലേറ്റ് പോലത്തെ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നുണ്ട്. കപ്പ് ഷേപ്പ്ഡ് ക്ലോറോപ്ലാസ്റ്റ് കാണുന്നുണ്ട്. സ്റ്റാർ ഷേപ്പ്ഡ്, സിനിമ എന്നൊക്കെ പറഞ്ഞാലൊക്കെ സ്റ്റാർ ഷേപ്പ്ഡ് ആണ്. സ്പൈറോഗൈറയിൽ സ്പൈറൽ ഷേപ്പ്ഡ് ആണ്. റിബൺ ഷേപ്പ്ഡ് ഉണ്ട്, റെറ്റിക്കുലേറ്റ് ഉണ്ട്. നോക്കൂ, ഇത്രയും ഭയങ്കര നല്ല ഭംഗിയുള്ള പല ഷേപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റുകളാണ് നമുക്ക് ഈ ക്ലോറോഫൈസിയയിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു അവയില് ഗ്രീൻ കളറാണുള്ളത് അല്ലേ, ഗ്രീൻ കളറാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പിഗ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പിഗ്മെന്റുകൾ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, അതിന്റെ ടാബിള് എപ്പോഴും ചോദിക്കാറുണ്ട്. ക്ലോറോഫിൽ എ കാണുന്നുണ്ട്, ക്ലോറോഫിൽ ബി കാണുന്നുണ്ട്. ക്ലോറോഫിൽ എയും ബിയും അതാണ് ഇവയിൽ കാണുന്ന ഗ്രീൻ കളറുള്ള പിഗ്മെന്റുകൾ. ഇനി ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളില് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്റ്റോറേജ് ബോഡീസ് കാണുന്നുണ്ട്. ആ സ്റ്റോറേജ് ബോഡീസിന് പറയുന്ന പേരാണ്, സ്റ്റോറേജ് ബോഡീസിന് പറയുന്ന പേരാണ് പൈറിനോയിഡ്സ്. അപ്പൊ നമ്മൾ നോക്കാം, ഈ ഗ്രീൻ ആൽഗയില് ഉള്ള പൈറിനോയിഡ്സില് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മക്കളെ പ്രോട്ടീനും സ്റ്റാർച്ചുമാണ് കേട്ടോ.
പ്രോട്ടീനും സ്റ്റാർച്ചുമാണ് ഇവയിൽ കാണുന്ന സ്റ്റോറേജ് ഫുഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലോറോഫൈസിയുടെ തുടക്കത്തിൽ നമുക്ക് പറയാം. അവയുടെ പിഗ്മെന്റുകൾ നിങ്ങൾ നോക്കണം, അവയുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതാന്ന് നോക്കാം. ദെൻ അവയിൽ ക്ലോറോഫില്ല് ഏറ്റവും ഡൈവേഴ്സ് ആയിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ക്ലോറോഫൈസിയം. ഞാനിത് നല്ലോണം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്ലോവിൽ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഭയങ്കര സ്പീഡ് വേണമെന്നുള്ളൊരു സ്പീഡ് കൂട്ടി അടിച്ചാൽ വിട്ടോളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് തീരെ ക്ലാസ്സിൽ കയറാണ്ട് ഒരുപാട് കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്ന മിടുക്കന്മാരും മിടുക്കികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് മിസ്സായി ക്ലാസ് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഇടുന്നത്. ദെൻ ഇനി ഈ ക്ലോറോഫൈസിയില്ലേ അവിടെ സെൽവാളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. സെൽവാള് made up of inner layer of cellulose and outer layer of pectose. അപ്പൊ നമ്മൾ അതിൻ്റെ ഒരു സെൽവാൾ എടുക്കുകയാണെങ്കിൽ ഉള്ളിൽ എന്തുണ്ട്? സെല്ലുലോസിന്റെ ലെയറുണ്ട്, പുറത്ത് പെക്ടോസിന്റെ ലെയറുണ്ട്. സെൽവാൾ made up of inner layer of cellulose and outer layer of pectose. ഇനി നമ്മൾ റീപ്രൊഡക്ഷനിലോട്ട് പോവാണ് കേട്ടോ. റീപ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്നാലും ഓരോന്നിന്റെ ക്യാരക്ടേഴ്സും പറയുമ്പോൾ നമ്മൾ അതിനെ കൂടി ഉൾക്കൊള്ളിച്ച് പറയാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ മുഖേനയാണ്. ഫ്രാഗ്മെന്റേഷൻ ഇനി പറയേണ്ട കാര്യമില്ല, നമ്മൾ ഒരു ഭാഗം മുറിഞ്ഞു പോയിട്ട് പുതിയൊരു ചെടിയായിട്ട് മാറുന്നതിനാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുക. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഗെമെറ്റുകളുടെ ഫ്യൂഷൻ മുഖേന നടക്കുന്നത്. മെയിൽ ഗെമെറ്റും ഫീമെയിൽ ഗെമെറ്റും. ഇവിടെ സ്പോസുകളാണ് ഉണ്ടാകുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലെ ഫ്ലജെല്ലേറ്റഡ് സൂസ്പോസ് ആണ് കേട്ടോ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഗ്രീൻ ആൽഗയില് അല്ലെങ്കിൽ ക്ലോറോഫൈസിയയില് ഫ്ലജെല്ലേറ്റഡ് ആയിട്ടുള്ള സൂസ്പോസ് മുഖേനയാണ്. ഈ സൂസ്പോറുകൾ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൂസ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൂസ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിലാണ് ധാരാളം സൂസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലോട്ട് പോവാം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഐസോഗ്യമസ് ആവാം. ഐസോഗ്യമസ് എന്താ? ഒരേപോലെയുള്ള ഗെമെറ്റുകൾ. ഒന്നിന് അനൈസോഗ്യാമസ് നമ്മൾ പറഞ്ഞു. അനൈസോഗ്യമസ് എന്ന് പറഞ്ഞാൽ ഡിസിമിലർ ഗെമെറ്റുകൾ. Oogamous. Oogamous എന്ന് പറഞ്ഞാൽ എന്താ? A large non-motile egg if fertilized by a small motile sperm. ഇങ്ങനെ ഇവയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാം. ഇനി ക്ലോറോഫൈസിയയുടെ എക്സാമ്പിൾസ് ആണ്. അത് ഞാൻ പറഞ്ഞു ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നവർ എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ നിങ്ങൾ നീറ്റ് എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. നീറ്റ് എഴുതുന്നവരൊക്കെ മെമ്മറി നമുക്ക് വളരെ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് കേട്ടോ. ബയോളജി സബ്ജക്റ്റുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ് മെയിൻ. ഇപ്പം ഈ മെമ്മറി ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുള്ളൊരു മാർഗമാണ് ഇവിടെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിക്കുക. ക്ലോറോഫൈസിയയുടെ എക്സാമ്പിൾസ് ആണ് യുലോത്രിക്സ്, സ്പൈറോഗൈറ, നമുക്കറിയാം സ്പൈറോഗൈറ, വോൾവോക്സ്, ക്യാര, ക്ലാമിഡോമോണാസ്. ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ NCERT ബുക്കിലുള്ളത് പഠിച്ചാൽ മതി. നിങ്ങളുടെ പുറത്തൊക്കെ കുറേ എക്സാമ്പിൾ ഉണ്ടാവും. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയി പഠിക്കുമ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. US ഇസ് വെരി ക്ലീൻ സിറ്റി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു, ഇപ്പം തന്നെ പഠിച്ചു. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമ്മൾ ഫെയോഫൈസിയയിലോട്ടാണ് പോകുന്നത്. ഫെയോഫൈസിയ എന്ന് പറഞ്ഞാൽ മക്കളെ അതിൻ്റെ കളർ ഞാനൊരു ബ്രൗൺ ആൽഗയാണ് ഫെയോഫൈസിയ കേട്ടോ. ഫെയോഫൈസിയ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗ. അപ്പൊ കളർ നമുക്ക് അറിയാം അല്ലേ. അപ്പൊ ഇനി നമ്മൾ നേരത്തെ ക്ലോറോഫൈസിയയിൽ നമ്മൾ കണ്ട പിഗ്മെന്റ്സ് ഏതൊക്കെയായിരുന്നു എന്ന് ഓർത്ത് നോക്കൂ. ക്ലോറോഫിൽ A ഉണ്ട്, ക്ലോറോഫിൽ B ഉണ്ട്. സിമ്പിൾ ആയിട്ട് ഓർക്കാം. ഈ ഫെയോഫൈസിയ വരുമ്പോഴത്തോട്ട് ക്ലോറോഫിൽ A ബിക്ക് പകരം ക്ലോറോഫിൽ എയും സിയുമാണുള്ളത്. ക്ലോറോഫിൽ A ഉണ്ട്, C ഉണ്ട്, പിന്നെ കാരോട്ടിനോയിഡ്സ് ഉണ്ട്. ക്ലോറോഫിൽ A, C, കാരോട്ടിനോയിഡ്സ് ഉണ്ട്.
ഇനി ഇതിൽ എപ്പോഴും ചോദിക്കുന്ന അതിന് ഈ ഫയോഫൈസിയയിലെ മെയിൻ ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് എന്ന് പറയുന്നത് സാന്തോഫില്ല്. ആ സാന്തോഫിലിന് ഒരു പ്രത്യേക പേരുണ്ട് കേട്ടോ. ആ സാന്തോഫിലിന്റെ പേരാണ് ഫ്യൂക്കോസാന്തിൻ. ധാരാളം പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം ഇത്. സാന്തോഫിലിന്റെ പേര് ഫ്യൂക്കോസാന്തിൻ എന്നാണ്. അപ്പൊ നമ്മൾ ആ ഫയോഫൈസിയയിൽ ക്ലോറോഫിൽ എ ഉണ്ട്, സി ഉണ്ട്, കരോട്ടിനോയിഡ്സ് ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്. സാന്തോഫിൽ തന്നെ ഫ്യൂക്കോസാന്തിൻ. ഇനി ഇവിടെ കളർ നോക്കുമ്പോഴോ നമുക്കറിയാം ബ്രൗൺ ആൽഗെ. അപ്പൊ എന്തായാലും ബ്രൗൺ കളർ ഉണ്ടാവും അല്ലേ? അപ്പോ അവിടെ കളർ വേരി ഫ്രം ഒലിവ് ഗ്രീൻ ടു ബ്രൗൺ. ഇപ്പൊ എന്നെ പോലെ ഈ ഡ്രസ്സിൽ ഒലിവ് ഗ്രീൻ ടു ബ്രൗൺ ആണ് ഇവിടെ കളർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ കാണുന്ന റിസർവ് ഫുഡ്, ഇതും കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. റിസർവ് ഫുഡ് ലാമിനാരിനും മാനിറ്റോളുമാണ്. നന്നായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ഇതൊക്കെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ലാമിനാരിനും മാനിറ്റോളുമാണ്. ഓക്കെ, ആൻഡ് ഇത് സെൽവാള് സെല്ലുലോസിക് ആണ്. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ എന്തുകൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്? സെല്ലുലോസ് ആൻഡ് ഔട്ടർ ലെയർ ഓഫ് പെക്ടോസ് അല്ലേ ക്ലോറോഫൈസ് ചെയ്തിട്ടുണ്ട്. പെക്ടോസിന് പകരം ഇവിടെ കാണുന്നത് എന്താണ്? സെല്ലുലോസിക് ആണ്. അതിന്റെ മുകളിൽ ആൽജിൻ കൊണ്ടുള്ള കവറിംഗ് ആണ്. ഓക്കെ, സെല്ലുലോസിക് ആൻഡ് കവേർഡ് വിത്ത് ആൽജിൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സെൽവാൾ ഉണ്ടെങ്കിൽ അതിനെ സെല്ലുലോസിക് സെൽവാളിന് ആൽജിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി നമ്മുടെ ഫയോഫേസിയയുടെ പ്ലാൻ ബോഡി. ഇവിടെ പ്ലാൻ ബോഡി നേരത്തെ ആൽഗയുടെ പോലെയല്ല. ആൽഗയിൽ നമ്മൾ ഒരു ശരിക്കും റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നും ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ പ്ലാൻ ബോഡി അറ്റാച്ച്ഡ് ടു സബ്സ്ട്രാക്ടം ബൈ എ ഹോൾഡ് ഫാസ്റ്റ്. ഇവിടെ പ്ലാൻ ബോഡി ഒരു ഹോൾഡ് ഫാസ്റ്റുമായിട്ട് കേട്ടോ ഇങ്ങനെ മണ്ണിൽ അറ്റാച്ച് ചെയ്തിട്ട് കാണും കേട്ടോ. ആൻഡ് ദെൻ അതിനൊരു സ്റ്റാക്ക് ഉണ്ട്. ഈ സ്റ്റാക്കിന് പറയുന്ന പേരാണ് സ്റ്റൈപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ. നമ്മുടെ സ്റ്റെമ്മിന്റെ പോലത്തെ ഒരു ചെറിയൊരു ഗ്രോത്ത്. ദെൻ ലീഫ് പോലത്തെ ഒരു ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫ്രണ്ട് ഇതിന് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ 3 പാർട്ടുകൾ നേരത്തെ കണ്ട പോലെയല്ല, കുറച്ചുകൂടി വലുതാവുകയാണ് ചെടികൾ കേട്ടോ. അപ്പൊ ലീഫിലായിട്ട് ഫോട്ടോസിന്തറ്റിക് ഓർഗൻ ഫ്രണ്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് ചിലപ്പോൾ നിങ്ങളടുത്ത് എക്സാമിന് ഇതിന്റെ പാർട്സ് ലേബിൾ ചെയ്യാൻ ചോദിക്കാം. ഹോൾഡ് ഫസ്റ്റ്, സ്റ്റൈപ്പ്, ഫ്രണ്ട്. ഓക്കെ, സിമ്പിൾ ആണ് കേട്ടോ. ആൻഡ് ദെൻ സിമ്പിൾ ആണ്, പക്ഷെ കുട്ടികൾ ഏറ്റവും ടഫായിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് പ്ലാൻ കിങ്ഡം. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. കാരണം മെമ്മറൈസ് ചെയ്യാൻ ധാരാളം ഉള്ളതുകൊണ്ട്. ഇനി നമ്മൾ നോക്കാം ഇതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ഐസോഗ്യാമസ് ആവാം, അനൈസോഗ്യാമസ് ആവാം, ഊഗ്യാമസ് ആവാം. ഓക്കെ, ഇനി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് പറയുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമുക്ക് ഫ്രാഗ്മെന്റേഷൻ. ഇപ്പൊ ഇതുവരെ ഉള്ളതിലൊക്കെ നമ്മൾ ഫ്രാഗ്മെന്റേഷൻ ആണ് പറഞ്ഞു അല്ലെ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ ആണ്. ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രത്യേകം ബൈഫ്ലെജലേറ്റ് സൂസ്പോസ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അൺഈക്വൽ ആയിട്ടുള്ള ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലെജല്ലാണുള്ളത്. ഇപ്പൊ സൂസ്പോർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള അൺഈക്വൽ ആയിട്ടുള്ള ഫ്ലജല്ല, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാവാം. അപ്പൊ ഇങ്ങനെയുള്ള ഫ്ലെജറിലാണ് കാണുന്നത് ഇതിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കേട്ടോ. നോക്കൂ, ഇതൊക്കെ നമ്മള് ഫയോഫൈസ് ചെയ്യാനായിട്ടോ ചിത്രം കാണുന്നില്ലേ. ഓക്കെ, എക്സാമ്പിൾസ് സർഗാസം. സർഗാസം നിങ്ങൾ ലാബിലൊക്കെ പ്രാക്ടിക്കലി ചെയ്തിട്ടുണ്ട്. സർഗാസം. ഓക്കെ, സർഗാസം, എക്ടോകാർപ്പസ്, ലാമിനാരിയ, ഫ്യൂക്കസ്, ഡിക്റ്റിയോട്ട. എക്സാമ്പിൾ നിങ്ങൾ
മറക്കാണ്ട് പഠിക്കണം കേട്ടോ. സർഗാസം, എക്ടോകാർപ്പസ്, ലാമിനാരിയ, ഫ്യൂക്കസ്, ഡിക്റ്റിയോട്ട. ഇത്രയാണ് നമ്മുടെ NCERT ബുക്കിൽ പറയുന്ന എക്സാമ്പിൾസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ പഠിച്ചു. യെസ്, സെൽഫ് ഡിഫെൻസ് ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ എക്സാമ്പിൾസ് കിട്ടി. സെൽഫ് ഡിഫെൻസ്. നമ്മൾ ഇനി അടുത്ത ഗ്രൂപ്പിലോട്ട് പോവാണ് കേട്ടോ. റെഡ് കളറുള്ള റെഡ് ആൽഗെയിൻ അല്ലെങ്കിൽ റോഡോഫൈസിയ. റോഡോഫൈസിയ ഇതിലൊക്കെ ധാരാളം മാർക്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ പിഗ്മെന്റുകളൊക്കെ സി മക്കളെ, ഇതിലെ റെഡ് പിഗ്മെന്റ് ഏതൊക്കെയാ? ക്ലോറോഫിൽ. ഈ റെഡ് കളറിന് കാരണമായിട്ടുള്ള ക്ലോറോഫിൽ A-D ആണ് കേട്ടോ. നമ്മൾ ഒന്നാമത്തിലെ Aയും Bയും പറഞ്ഞു, രണ്ടാമത്തിലെ Aയും Cയും പറഞ്ഞു, മൂന്നാമത്തിലെ Aയും Dയും ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഞാൻ ഇതിൽ കാണുന്ന മെയിൻ പിഗ്മെന്റ് ഫൈക്കോഎറിത്രിൻ ആണ്. ഇതാണ് റെഡ് കളറിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ്. ഇനി ഇതിൽ കാണുന്ന റിസർവ്ഡ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് കേട്ടോ. ഫയോഫൈസിയൽ നമ്മൾ പറഞ്ഞു ലാമിനാരിൻ ആൻഡ് മാനിറ്റോഡ് ആയിരുന്നു. ഇവിടെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. ആൻഡ് താലസ് മേ ബി മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള താലസ് ആണ്. മറൈൻ ആണ് കേട്ടോ, കടലിലൊക്കെ കാണുന്നതാണ്. Then they found close to the surface of water and deep oceans. സർഫേസ് വാട്ടറിലും കാണുന്നുണ്ട്. റെഡ് പിഗ്മെന്റ് ഉള്ളത് കൊണ്ട് കടലിന്റെ ഏറ്റവും ആഴത്തിലും ആര് നമ്മൾ കാണുന്നുണ്ട്? ഈ റോഡോഫൈസിയെ കാണുന്നുണ്ട് അല്ലെ. വേവ് ലെങ്ത് കൂടിയ പിഗ്മെന്റ് ആണ് നമ്മുടെ റോഡോഫൈസിയക്ക് ഉള്ളത്. മൂവിങ് ഓൺ ടു റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ. അപ്പൊ നമ്മൾ എല്ലാറ്റിലും ഫ്രാഗ്മെന്റേഷൻ തന്നെയാണ് പറഞ്ഞത് കേട്ടോ. ആൻഡ് ദെൻ എസെക്ഷൽ റീപ്രൊഡക്ഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ നോൺ മോട്ടൈൽ സ്പോർസ് അല്ലെ. ഇതുവരെയുള്ളതിലൊക്കെ നമ്മൾ മോട്ടൈൽ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, മോട്ടൈൽ ആയിരുന്നു. ഇത് നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോറുകളാണ് സെക്ഷൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന. ആൻഡ് ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷനും നോൺ മോട്ടൽ ഗെമിറ്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവ മൊത്തം നോൺ മോട്ടൈൽ ആണ് കേട്ടോ. അതായത് ഫ്ലജെല്ല കാണില്ല, ചലിക്കാൻ പറ്റാത്ത സ്പോറുകളാണ്, ഗെമിറ്റുകളാണ്. ആർക്കുണ്ടാവുക? നമ്മുടെ റോഡോഫൈസിയക്ക് അല്ലെങ്കിൽ റെഡ് ആൽഗയ്ക്ക് ഉണ്ടാവുക. ഇനി എക്സാമ്പിൾസ് നമ്മൾ പഠിക്കാം കേട്ടോ. പോളിസൈഫോണിയ, പോർഫൈറ, ഗ്രാസിലേറിയ, ജെലീഡിയം. പോളിസൈഫോണിയ, പോർഫൈറ, ഗ്രാസിലേറിയ, ജെലീഡിയം. ഇപ്പൊ നമ്മള് ഈ പോഗോ ചാനൽ കണ്ടിരുന്നു ചെറുതാവുമ്പോ നിങ്ങൾ അല്ലെ. പോഗോ, ഗലി ഗലി സിംസി. പോഗോയില് പോഗോ പെർ ഗലി ഗലി സിംസിം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പോഗോ കണ്ടവര്. പോഗോ ഒന്നും കാണില്ലേ? ചോട്ടാ ഭീം, പോഗോ ഇതൊക്കെ നമ്മൾ കാണില്ലേ? കണ്ടിരുന്നില്ലേ? ഇപ്പൊ കാണുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ടാബിള് വെച്ചിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 3 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് NCERTയിലുള്ള നോക്കൂ, 3 ക്ലാസ്സുകളാണ് ആൽഗികൾ. ക്ലോറോഫൈസിയെ, ഫെയോഫൈസിയെ, റോഡോഫൈസിയെ. ഓക്കെ, ആൻഡ് ദെൻ ഇനിയുള്ളത് ഇവിടെ കോമൺ നെയിം ചോദിക്കും. ക്ലോറോഫൈസിയക്ക് നമ്മൾ ഗ്രീൻ ആൽഗി എന്ന് പറയും, ഫെയോഫൈസിയക്ക് ബ്രൗൺ ആൽഗി എന്ന് പറയും, റോഡോഫൈസിയക്ക് റെഡ് ആൽഗി എന്ന് പറയും. ഇവയിൽ കാണുന്ന പിഗ്മെന്റുകൾ ക്ലോറോഫൈസിയയിലെ ക്ലോറോഫിൽ A-B, ക്ലോറോഫിൽ A-C ആൻഡ് ഫ്യൂക്കോസാന്തിനാണ് ഫെയോഫൈസിയയില്. ക്ലോറോഫിൽ A-D ആൻഡ് ഫൈക്കോഎറിത്രിനാണ് റോഡോഫൈസിയൽ. ഇതൊക്കെ ഇങ്ങനെ പഠിക്കണം കേട്ടോ. എന്നാൽ ഫുഡ് റിസർവ് എന്താണ്? സ്റ്റാർച്ച് ആണ് ക്ലോറോഫൈസിയല്. മാനിറ്റോഡ് ആൻഡ് ലാമിനാരിൻ ആണ് ഫെയോഫൈസിയല്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് റോഡോഫൈസിയല്. പിന്നെ ഉള്ളത് ഇത് സിമ്പിൾ. ഇത് അങ്ങനെ അധികം ചോദിക്കാറില്ല. ഇത്രയും ഭാഗമാണ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറ് കേട്ടോ. ഇവിടെ സെൽ വാൾ നോക്കാം നമുക്ക്. ക്ലോറോഫൈസിയല് സെല്ലുലോസിക് ആണ്. ഫെയോഫൈസിയല് സെല്ലുലോസ് ആൻഡ് ആൽജിന് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ റോഡോഫൈസിയല് സെല്ലുലോസ്, പെക്റ്റിന്, പോളിസൾഫനേറ്റ് എസ്റ്റേഴ്സ് അതിന്റെ അങ്ങനെയുള്ള സെൽ വാളാണ് കാണുന്നത്. ദെൻ
അത്രയ്ക്ക് തന്നെയുള്ളൂ, അധികം ചോദിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ പ്ലാന്റ് ഗ്രൂപ്പാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ കാണാറുണ്ട്, മതിലിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കാണാറില്ലേ, മോസുകൾ എന്താ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെയൊക്കെ കളിക്കാറുണ്ട് നമ്മള്. ദെൻ ബ്രയോഫൈറ്റുകളുടെ പ്രത്യേകത എന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്, ഒന്നും അറിയാത്തവർക്ക് മനസ്സിലാവാനുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. They are known as amphibians of plant kingdom. പ്ലാന്റ് കിങ്ഡത്തിൽ ആംഫീബിയൻസ്, നമ്മുടെ തവള, പാമ്പ് ഇങ്ങനെയൊക്കെയുള്ളതല്ല ആംഫീബിയൻസ് നമ്മൾ പറയാം. പക്ഷെ പ്ലാന്റ് കിങ്ഡത്തിൽ എങ്ങനെയാണ് ഇവര് ആംഫീബിയൻസ് ആകുന്നത്? നിങ്ങൾ ഈ ചെടികളൊക്കെ കാണാറുണ്ട് സാധാരണ മഴ പെയ്യുമ്പോൾ നിലത്ത്, അതുപോലെ മതിലിന്റെ മുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അവയെ ആംഫീബിയൻസ് എന്ന് വിളിക്കുന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. They depend water for their sexual reproduction. അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷന് വാട്ടർ ആവശ്യമുള്ളത് കൊണ്ടാണ് അവയെ നമ്മൾ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. They live in damp, humid, shaded localities. അല്ലേ, നല്ല ചതുപ്പ് നിലം പോലെയുള്ള നനവുള്ള ഈർപ്പമുള്ള ഷെയ്ഡഡ് ആയിട്ടുള്ള ലൊക്കാലിറ്റീസിലാണ് ഇവ കാണുന്നത്. ഇവയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. They play important role in plant succession. സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ തരിശു ഭൂമിയായിരിക്കുന്ന ഒരിടത്ത് അല്ലെങ്കിൽ ഒരു പാറ പോലത്തെ സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്ന പ്ലാന്റ് ഗ്രൂപ്പ് ഈ ബ്രയോഫൈറ്റുകളാണ്. അവർ വന്ന് അത് ഈ പാറയൊക്കെ പൊടിച്ച് മണ്ണാക്കി അവിടെ മറ്റു പ്ലാന്റുകൾക്കൊക്കെ ജീവിക്കാനുള്ള ഒരു ഏരിയ ഒരുക്കി കൊടുക്കുന്നത്. അതായത് ഈ പ്ലാന്റ് സക്സഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നവരാരാണ്? ഈ ബ്രയോഫൈറ്റുകളാണ്. ഇതൊക്കെ ഇടയിൽ ചോദിക്കാം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേക്ക് അങ്ങനെ പഠിപ്പിക്കായിരുന്നു, ഇപ്പൊ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ഫുൾ മാർക്ക് വേണ്ടവർക്ക് ഇതെല്ലാം ഒന്ന് മനസ്സിലുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, then moving on to their plant body. Their plant body is differentiated than algae. ആൽഗേനേക്കാൾ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റഡ് ആണ്. നോക്കൂ, നമ്മൾ നേരത്തെ കണ്ട ആൽഗെ പോലെയല്ല കണ്ടോ, ലീഫ് പോലത്തെ, സ്റ്റെമ്മ് പോലത്തെ, റൂട്ട് പോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. പോലത്തെ ആണ് ടഫുൾ ആയിട്ടുള്ള. ട്രൂ റൂട്ട് ആബ്സെന്റ് ആണ്, സ്റ്റെം ആബ്സെന്റ് ആണ്, ലീവ്സ് ആബ്സെന്റ് ആണ്. ആൻഡ് ദെൻ ബട്ട് ഇവയ്ക്ക് എന്തുണ്ട്? റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ല, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. Then plant body attached to the substratum by unicellular or multicellular rhizoids. അപ്പോൾ plant body ഇതാ നോക്കൂ, റൈസോയിഡ്സ് ആയിട്ടാണ് മണ്ണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ, റൈസോയിഡ്സ്. Plant body attached to the substratum by the ഇങ്ങനെ ധാരാളം റൈസോയിഡ്സ് കാണും. ഈ റൈസോയിഡ്സ് വെച്ചിട്ടാണ് ഇവ മണ്ണിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അവിടെ റൂട്ട് പോലത്തെ സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് മക്കളെ റൈസോയിഡ്സ്. ഇനി ഇവയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. The plant body is haploid എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ plant body haploid ആണ്. നോക്കൂ, haploid അല്ലെങ്കിൽ N chromosome number ആണ്. It produces female gametes. ഗെമെറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവയെ ഗെമെറ്റോഫൈറ്റിക് എന്ന് പറയും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. മെയിൽ സെക്സ് ഓർഗാൻ നോൺ ആസ് ആന്തറിഡിയം. മെയിൽ സെക്സ് ഓർഗാൻ പറയുന്ന പേരാണ് ആന്തറിഡിയം. ഫീമെയിൽ സെക്സ് ഓർഗാൻ പറയുന്ന പേരാണ് ആർക്കിഗോണിയം. ഓക്കെ, ദെൻ ദാ ഇവിടെ ആർക്കിഗോണിയം, ആന്തറിഡിയം ഉണ്ട്, ആർക്കിഗോണിയം ഉണ്ട്. ആന്തറിഡിയത്തിൽ നിന്ന് ഇവിടെ നോക്കൂ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ, ഇവിടെ ആന്തറിഡിയം, ഈ ആന്തറിഡിയത്തിൽ നിന്ന് ആന്തറോസോയിഡ് ഉണ്ടാവും, ആന്തറോസോയിഡ്. പിന്നെ ആർക്കിഗോണിയമാണ് ഫീമെയിൽ സെക്സ് ഓർഗാൻ, ആർക്കിഗോണിയം. ഈ ആർക്കിഗോണിയത്തിൽ നിന്ന് എഗ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാലാണ് ഇത് N ക്രോമസോം നമ്പർ ആണ്. സി, ഞാൻ വേറെ കളറിൽ കാണിച്ചു തരാം. ഇത് N ക്രോമസോം നമ്പർ ആണ്, ഇതും N ക്രോമസോം നമ്പർ ആണ്.
ഇത് ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന സൈഗോട്ട്. സൈഗോട്ട് n+n 2n ആണ്. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിന്റെ ഈ ലൈഫ് സൈക്കിളിലോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിളാണ് ടീച്ചറോട് വരക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ഒരു ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ഉണ്ടാവും. അപ്പൊ ആ പ്ലാന്റിന്റെ പ്ലോയിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് N ആണ് അല്ലെ. ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ആകുമ്പോൾ N ആണ് അതിന്റെ പ്ലോയിഡ്. ഇത് ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ നിന്ന് മെയിൽ സെക്സ് ഓർഗാൻ ഉണ്ടാവും. മെയിൽ സെക്സ് ഓർഗൻ പറയുന്ന പേരാണ് ആന്തറിഡിയ. ഫീമെയിൽ സെക്സ് ഓർഗൻ പറയുന്ന പേരാണ് ആർക്കിഗോണിയ. ആന്തറിഡിയുണ്ട്, ആർക്കിഗോണിയുണ്ട്. ഈ ആന്തറിഡിയയിൽ നിന്ന് അതിന്റെ മെയിൽ ഗെമിറ്റുകൾ ഉണ്ടാകും. ആന്തറിഡിയയിൽ നിന്നുണ്ടാകുന്ന മെയിൽ ഗെമിറ്റ് ആന്തറോസോയിഡ് ആണ്. ഈ ആന്തറോസോയിഡ് ഇവിടെയും ഉണ്ട്. അതേപോലെ തന്നെ ആർക്കിഗോണിയയിൽ നിന്ന് ഫീമെയിൽ ഗെമിറ്റ് ഉണ്ടാകും. അതാണ് എഗ്. ആന്തറിഡിയയിൽ നിന്ന് ആന്തറോസോയിഡും ആർക്കിഗോണിയയിൽ നിന്ന് എഗ്ഗും ഉണ്ടാവും. മെയിൽ ഗെമിറ്റും ഫീമെയിൽ ഗെമിറ്റും തമ്മിൽ ഫ്യൂഷൻ നടക്കും. ഈ ഫ്യൂഷൻ നമ്മൾ എന്ത് പറയും? ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പോ ഉണ്ടാകുന്ന സൈഗോട്ട് n+n 2n ആണ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകും. ഈ സൈഗോട്ട് പിന്നീട് എന്ത് ചെയ്യും? ഒരു സ്പോറോഫൈറ്റ് ആയിട്ട് അതിന്റെ മുകളിൽ ഒരു കായം പോലെ ഡെവലപ്പ് ചെയ്യും. സ്പോറോഫൈറ്റ് ആയിട്ട് മാറും സൈഗോട്ട്. അപ്പൊ ഈ സ്പോറോഫൈറ്റിന്റെ പ്ലോയിഡ് 2n ആണ് കേട്ടോ. ഈ സ്പോറോഫൈറ്റ് 2n ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നേരിട്ടിട്ട് ഒരു പ്ലാന്റ് ഉണ്ടാവാൻ പറ്റുമോ? സൈഗോട്ടിൽ നിന്ന് നേരിട്ട് ഒരു പ്ലാന്റ് ഉണ്ടാവാൻ പറ്റില്ല. കാരണം ബ്രയോഫൈറ്റിന്റെ പ്ലോയിഡ് n ആണ്. അവിടെ റിഡക്ഷൻ ഡിവിഷൻ നടക്കണം. അപ്പൊ നമ്മൾ എന്ത് സംഭവിച്ചു? ഇത് 2n ആണ് സ്പോറോഫൈറ്റ്. ഇവിടെ മെയോസിസ് നടക്കും. മെയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കും. അപ്പൊ ഈ 2n ആയിട്ടുള്ള സ്പോറോഫൈറ്റിൽ നിന്ന് n ആയിട്ടുള്ള മെയോസിസ് നടന്ന n അല്ലേ, n ആയിട്ടുള്ള കുറെ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോറുകൾ പിന്നെ എന്തായിട്ട് മാറും? ആ സ്പോറുകളാണ് ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ആയിട്ട് പിന്നീട് മാറുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ. ഇതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, സിമ്പിൾ ആണ് കേട്ടോ. ഇനിയും നമ്മള് ഇതാണ് ഇതുവരെ പറഞ്ഞത്. സൈഗോട്ട് without reduction division developed multicellular sporophyte. കണ്ട സ്പോറോഫൈറ്റ് നിൽക്കുന്നുണ്ട, സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ഈ സ്പോറോഫൈറ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് അറ്റാച്ച്ഡ് ടു ഫോട്ടോസിന്തറ്റിക് ഗാമെറ്റോഫൈറ്റ്. ഈ ഗാമെറ്റോഫൈറ്റിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. അതിൽ നിന്ന് തന്നെയാണ് അത് നറിഷ്മെന്റ് കിടക്കുന്നത്, ഫുഡ് കിടക്കുന്നത്. ഇത് നേരത്തെ ടീച്ചർ പറഞ്ഞ കാര്യം തന്നെ. സ്പോറോഫൈറ്റിന് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മെയോസിസ് നടക്കും. അതിൽ നിന്ന് സ്പോറുകൾ ഉണ്ടാകും. ഈ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്ത് ഗാമെറ്റോഫിറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്തിനാണ് നമ്മൾ ബ്രയോഫൈറ്റുകൾ യൂസ് ചെയ്യുന്നത്? ബ്രയോഫൈറ്റുകളിൽ സ്ഫാഗ്നം എന്ന് പറഞ്ഞൊരു ബ്രയോഫൈറ്റ് ഉണ്ട്. അത് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യും. പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഓൺലൈനൊക്കെ ആയിട്ട് സാധനങ്ങൾ ജീവനുള്ള പ്ലാന്റുകളൊക്കെ വരുന്നില്ലേ, അപ്പൊ ഇവയുടെ ട്രാൻസ്ഷിപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിലൊക്കെ കുത്തി നിറച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദെൻ ഇവിടെ വേറൊരു പ്രത്യേകതയാണ് ഫസ്റ്റ് ഓർഗാനിസം ടു കൊളനൈസ് റോക്സ്. അത് നമ്മൾ പറഞ്ഞു, ആദ്യമായിട്ട് പാറയുടെ മുകളിലൊക്കെ വരുന്ന ജീവികളാണ്. പിന്നെ അത് നിറയെ നോക്കൂ, മണ്ണില് അങ്ങനെ അപ്പം പോലെ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്താണ്, മണ്ണൊലിപ്പ് തടയാൻ പറ്റും. സോയിൽ എറോഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? നമ്മുടെ ബ്രയോഫൈറ്റുകൾക്കുണ്ട്. ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ് ബ്രയോഫൈറ്റുകളുണ്ട്. ഒന്നിങ്ങനെ നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ബ്രയോഫൈറ്റുകൾ, അവരെ നമ്മൾ എന്ത് വിളിക്കും? ലിവർ ബേർഡ്സ് എന്ന് വിളിക്കും. ലിവർ ബേർഡ്സ്.
രണ്ടാമത്തത് നമ്മൾ മതിലിന്റെ മുകളിൽ കാണുന്ന മോസുകൾ. ഇങ്ങനെ 2 ഗ്രൂപ്പ് ബ്രയോഫൈറ്റുകളാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ലിവർ വേർഡ്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ദ ലിവർ വേർഡ്സ് ഗ്രോ. ഇത് വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ടൈം ഇത് ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതിലും ചെറുതാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. ഇപ്പൊ അനാട്ടമിക് ആണെങ്കിൽ നമുക്ക് കുഞ്ഞൊരു പേജിൽ നമുക്ക് വേണമെങ്കിൽ അത് ഒതുക്കാം. ബട്ട് ഇത് പറ്റില്ല. ഗ്രോ ഇൻ മോയിസ്റ്റ് ഷെയ്ഡി ഹാബിറ്റാറ്റിലാണ് ലിവർ ബേർഡ്സ് കാണുന്നത്. അവിടെ പ്ലാന്റ് ബോഡി താലോയിഡ് ആണ്. താലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? The plant body is not differentiated into root, stem or leaves. The thallus is dorsiventral. Dorsiventral എന്ന് പറഞ്ഞാൽ അതിന്റെ താലസിന് ഒരു ഡോസൽ സൈഡും ഉണ്ട്, ഒരു വെൻട്രൽ സൈഡും ഉണ്ട്. നമ്മുടെ ലീഫിനൊക്കെ ഉള്ള പോലെ പുറത്തൊന്ന് അകത്തൊന്ന്. അത് ക്ലോസ്ലി അപ്രസ്ഡ് ടു ദ സബ്സ്ട്രാറ്റം. മണ്ണില് അപ്രസ് ആയിട്ടാണ് കാണുന്നത്. കണ്ടാ, ക്ലോസ്ലി അപ്രസ് ആയിട്ട് ഇങ്ങനെ പതിഞ്ഞിട്ടാണ് കാണുന്നത്. എക്സാമ്പിൾ മാർക്കൻഷ്യ കേട്ടോ. ഇത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവയിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. നിങ്ങൾ ഈ കപ്പ് പോലെ കാണുന്നുണ്ടോ? ഇതൊക്കെ ഓരോ കപ്പുകൾ. ഈ കപ്പുകൾക്ക് നമ്മൾ പറയും ജമ്മ കപ്പ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഈ കപ്പിന്റെ ഉള്ളിലാണ് അതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഒന്നുകിൽ താലസിന്റെ ഫ്രാഗ്മെന്റേഷൻ മുഖേന അതിലെ റീപ്രൊഡക്ഷൻ നടക്കും. ഫോർമേഷൻ ഓഫ് ജെമ്മെ, ഇതിന് പറയുന്ന പേരാണ് ജെമ്മെ. ഈ ജെമ്മ ഉണ്ടാകുന്നത്, ഇപ്പൊ ഇതൊക്കെ ഓരോ ജെമ്മകളാണ്. ജെമ്മ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ജെമ്മ കപ്പിന്റെ ഉള്ളിലാണ്. ഇതൊരു കപ്പാണ്. അപ്പൊ ഇതിന് പറയും, ഒരു ചിത്രം കാണിച്ചിട്ട് നിങ്ങളടുത്ത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? ജെമ്മ കപ്പ് എന്ന് എഴുതണം കേട്ടോ. ഗ്രീൻ മൾട്ടിസെല്ലുലാർ എസെക്ഷൽ ബഡുകളാണ് which develop in small receptacles called Gemma cups. Multicellular ആയിട്ടുള്ള സെക്ഷൽ ബഡുകൾക്കാണ് നമ്മൾ എന്താ പറയാ ജമ്മ കപ്പ് എന്ന് ജമ്മ എന്ന് പറയാ. അതുണ്ടാക്കുന്നത് ജമ്മ കപ്പുകളാണ്. ജമ്മ ഡിറ്റാച്ച് ഫ്രം ദ പാരന്റ് ബോഡി. പിന്നീട് ഈ ജമ്മ പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് വന്നിട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറും. ഇതാണ് ഇതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗാൻസ് പ്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ പറഞ്ഞു അല്ലേ. സ്പോറോഫൈറ്റിന് 3 പാർട്ടുകളുണ്ട്: ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. അത് നമ്മളിപ്പോ ഈ ഒരു സ്പോറോഫൈറ്റ് കണ്ടോ, 3 പാർട്ടുകൾ സ്പോറോഫൈറ്റിനുണ്ട്: ഫുഡ്, സീറ്റ, താഴെ കാണുന്ന ഫുഡ്, പിന്നെ സീറ്റ, പിന്നെ ക്യാപ്സ്യൂൾ. Spores produced after meiosis germinate from free living gametophyte എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മോസിലോട്ടാണ് പോകുന്നത് കേട്ടോ. മോസിലോട്ട് പോകുമ്പോൾ എന്താണ്? അവിടെ മക്കളെ മോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കുന്ന പ്ലാന്റുകളാണ്. അവിടെ ഗാമെറ്റോഫൈറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റേജസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോസ് ഉണ്ടായി, ആ സ്പോസിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നായിരുന്നില്ലേ. അതിന് പകരം സ്പോറോഫൈറ്റിൽ നിന്ന് പിന്നെ ഒരു സ്റ്റേജ് ഇവിടെ ഉണ്ടാകും. ഗാമെറ്റോഫൈറ്റ് പ്രൊഡ്യൂസസ് 2 stages. ഫസ്റ്റ് സ്റ്റേജ് ഇപ്പൊ സ്പോറോഫൈറ്റിൽ നിന്ന് മെയോസിസ് നടന്ന് സ്പോറുകൾ ഉണ്ടായി. ആ സ്പോറുകള് പ്രോട്ടോനീമ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ആയിട്ട് മാറും. പ്രോട്ടോനീമ. ഈ പ്രോട്ടോനീമയുടെ പ്രത്യേകത, പ്രോട്ടോനീമ എന്താണ്? മറ്റത് നേരെ സ്പോറുകൾ പ്ലാന്റായി മാറല്ലേ ചെയ്യുന്നത്. അതിന് പകരം ഈ പ്രോട്ടോനീമ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ക്രീപ്പിംഗ് ബ്രാഞ്ച്ഡ് ആൻഡ് ഫിലമെന്റസ്. അതായത് ഇങ്ങനെ നിലത്ത് പതിഞ്ഞ് കിടക്കുന്നുണ്ട്. ഫിലമെന്റസ് ആയിട്ട് സ്പോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് പ്രോട്ടോനീമ ഉണ്ടാകുന്നത്. ഇനി ഈ പ്രോട്ടോനീമ പിന്നെ സെക്കൻഡ് സ്റ്റേജിലോട്ട് വളരും. ഇങ്ങനത്തെ പ്ലാന്റ് ആയിട്ട് മാറും. ഇതേപോലെ പ്രോട്ടോനീമ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് മാറും. അത് ലീഫി സ്റ്റേജ് ആണ്. ഈ ഡെവലപ്സ് ഫ്രം പ്രോട്ടോനീമ. ഈ സെക്കൻഡ് സ്റ്റേജിന്റെ പ്രത്യേകത അപ്രൈറ്റ് ആണ്, നേരെ നിൽക്കും.
ആ സ്ലെൻഡർ ആക്സിസ് ബെയറിംഗ് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ് ഉണ്ട് അതിന്റെ മുകളിൽ. ഓക്കെ, then they are attached to the soil through rhizomes അല്ലേ, റൈസോൺസ് മുഖേന സോയിലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ മോസിന് നമ്മുടെ ലിവർ ബേർഡ്സിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ലിവർ ബേർഡ്സിൽ സ്പോറ് നേരിട്ടിട്ട് എന്തായി മാറി, ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ആയിട്ട് മാറി. ഇവിടെ ഒരു ക്രീപ്പിംഗ് സ്റ്റേജ്, ഇപ്പൊ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ കമിഴ്ന്ന് കിടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവില്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ക്രീപ്പിംഗ് സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ ക്രീപ്പിംഗ് സ്റ്റേജിന് പറയുന്ന പേരാണ് പ്രോട്ടോനീമ. ഈ പ്രോട്ടോനീമയിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യും, എറക്റ്റ് ആയിട്ട് നിൽക്കുന്ന സാധാ മോസ് സ്റ്റേജ് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ റീപ്രൊഡക്ഷൻ നമ്മൾ പറയാൻ പോവാണ്. ഇവിടെ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മുറിഞ്ഞു പോയിട്ട് വേറെ ഒന്നായിട്ട് മാറും. സെക്ഷൽ റീപ്രൊഡക്ഷൻ റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയാട്ടാ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്സ് ഓർഗാൻസ് ആന്തറഡി മാർക്കിഗോണിയുണ്ട്. ദെൻ അവിടെ ആന്തറോസോയിഡ് മേക്കും ഉണ്ടാവും. ഫ്യൂഷൻ നമുക്ക് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റ് ഉണ്ടാകും. ദെൻ സ്പോറോഫൈറ്റിലെ ക്യാപ്സ്യൂളിൽ സ്പോസ് ഉണ്ടാകും. ദെൻ ആ സ്പോസ് പിന്നീട് എന്തായി മാറി, പ്രോട്ടോണിമ സ്റ്റേജ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഡയറക്റ്റ് പ്ലാന്റ് ആയിട്ട് മാറും. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ലിവർ ബേർഡ്സ് റെപ്രൊഡ്യൂസ് എസെക്ഷലി ബൈ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബൈ സ്പെഷ്യൽ സ്ട്രക്ചർ. നെയിം ദ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ. എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. ജന്മകപ്പിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കൂ മക്കളെ, ഇനി അടുത്ത പ്ലാന്റ് ഗ്രൂപ്പാണ് ടെറിഡോഫൈറ്റ്. ഞാനിത് ഒച്ചയിടാണ്ട് പറയുന്നുണ്ട്. ചില ഭയങ്കര ഒച്ച എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ ഈ സൗണ്ട് ഇങ്ങനെ എക്കോ അടിക്കുന്ന പോലെ തോന്നുന്നു. അപ്പം അതാണ് കുറച്ച് സ്ലോ ആക്കിയിട്ട് നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത് ആദ്യം പറയാൻ എനിക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത് ചെയ്യുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുറേ നമുക്ക് കുറേ ബുദ്ധിമുട്ടി ട്യൂഷനും അതിനും ഇതിനൊക്കെ പോകാൻ പറ്റാത്ത കുട്ടികൾക്കുണ്ടാവും, ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ളവരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. നിങ്ങൾക്ക് തന്നെ അറിയാം, പക്ഷെ നമ്മളത് എക്സ്പ്രസ് ചെയ്യില്ല. നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, അതല്ല നമ്മുടെ മൈൻഡ് സെറ്റ് വരിക. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ടീച്ചർ, വളരെ നന്നായി. ഞാൻ ഇതുവരെ ഇത് ഇത്ര ഈസി ആയിട്ട് എനിക്ക് മനസ്സിലായിരുന്നില്ല. പറയാം, വളരെ ഈസി ആയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. പറയാം, ഞാൻ പ്രൗഡായിട്ട് അത് പറയുന്നത് എന്തുകൊണ്ടാണ്, എനിക്കറിയാം കുറേ കൊല്ലമായിട്ട് നിങ്ങളത് പഠിപ്പിച്ചിട്ട് അത്രയും ക്ലിയർ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് എനിക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അത് മനസ്സിലായോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഈ ടെറിഡോഫൈറ്റ്സ് ആണ്. ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി ചെടികൾ വളർന്നു നോക്കൂ. നല്ല ഭംഗിയുള്ള ചെടികളാണ്. നമ്മൾ പിന്നെ ഷെയ്ഡഡ് പിന്നെ അരുവികളുടെ ഒക്കെ അടുത്ത് ധാരാളമായിട്ട് കാണാറുണ്ട് ഈ ടെറിഡോഫൈറ്റുകൾ. അപ്പോൾ ടെറിഡോഫൈറ്റുകള് ഫസ്റ്റ് ടെറസ്ട്രിയൽ ലാൻഡ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് വാസ്കുലർ ടിഷ്യൂ. നമ്മൾ അനാട്ടമിയിൽ വാസ്കുലർ ടിഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സൈലും ഫ്ലോയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് സൈലും ഫ്ലോയും ഡെവലപ്പ് ചെയ്ത ചെടികൾ ഇവരാ. കാരണം ബാക്കിയുള്ളവരൊക്കെ വെള്ളത്തിലാണ് കിടക്കുന്നത്, അവർക്ക് ഇങ്ങനെ വെള്ളം മുകളോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇവരിൽ നമ്മൾ ആദ്യമായിട്ട് വാസ്കുലർ ടിഷ്യൂ കാണും. അപ്പൊ ഇവരെ നമ്മൾ വാസ്കുലർ ക്രിപ്റ്റോഗ്യാംസ് എന്ന് പറയും. പക്ഷെ ഇപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ടേം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് നീറ്റിനൊക്കെ എഴുതുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ടെറസ്ട്രിയൽ ലാൻഡ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് വാസ്കുലർ ടിഷ്യൂസ്. എവിടെ കാണുന്നത്? ഫൗണ്ട്. നമുക്ക് എന്ത് ഭംഗിയ. നമ്മൾ ഈ കിണറിന്റെ അരികത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു വെളുത്ത പൊടിയുള്ള ഒരു സ്റ്റിക്കർ പോലത്തെ ചെടി കാണില്ല, നമ്മൾ കയ്യിൽ പൊട്ടിക്കും. നിങ്ങൾ ഒട്ടിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് ഞങ്ങളെ പൊട്ടിച്ചത്. They found in cool, damp and shaded places. അല്ലെ, കൂളായിട്ടുള്ള പ്ലേസിലാണ് കാണുന്നത്. Their plant body differentiated into. അപ്പോൾ അതാ ചെടി വളർന്നു കേട്ടോ. ഇവയ്ക്ക് ട്രൂ റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ബ്രയോഫൈറ്റിലും ആൽഗയിലും കണ്ടത്
നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാമെറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്, N ഇവിടെ കാണുന്നത് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്, 2N കേട്ടോ. ഓർത്ത് വെക്കുക, തെറ്റിക്കരുത്. ഒറ്റ പ്രാവശ്യം മനസ്സിലാക്കിയിട്ട് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കത് എഴുതാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, ഇനി ലീവ്സ് ആണ് കേട്ടോ. ഇവിടെ ലീവ്സ് കുറെ ലീവ്സ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ലീവ്സ് ഒന്നുകിൽ സ്മോൾ ലീവ്സ് ആവും, കുഞ്ഞു കുഞ്ഞു ലീവ്സ്. അപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ ചെടിയിൽ കാണുന്നത് സ്മോൾ ലീവ്സ് ആണ്. അവയെ നമ്മൾ മൈക്രോസ്പോറോഫിൽ എന്ന് വിളിക്കും. സ്മോൾ ലീവ്സ് മൈക്രോ ചെറുത്, മൈക്രോസ്പോറോഫിൽ എന്ന് വിളിക്കും. എക്സാമ്പിൾ സലാഞ്ചിനല്ല. അതല്ലെങ്കിൽ ലാർജ് ലീവ്സുകളാണ് കേട്ടോ, വലിയ ലീവ്സ്. ഇവയെ നമ്മൾ മാക്രോസ്പോറോഫിൽ എന്ന് വിളിക്കും. ഫേസിൽ കാണുന്നത് ഈ ലാർജ് ലീവ്സ് ആണ്. ഓക്കെ, മൈക്രോ ലീവ്സ് ഉണ്ട്, മാക്രോ ലീവ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ മുകളിൽ നോക്കൂ നിങ്ങൾ. ഇത് നമ്മൾ ക്ലാസ്സിൽ ഇപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് പവർ പോയിന്റ് ഒന്നും ഇല്ലാണ്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. പല സ്കൂളിൽ നമ്മൾ മിക്കവാറും സ്കൂളുകളിലൊക്കെ പ്രൊജക്ടറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കംപ്ലൈന്റുകളൊക്കെ ആയിട്ട് നമുക്കത് കുട്ടികളിൽ എത്തിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ കുട്ടികൾക്ക് ചില ക്ലാസ്സുകളിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ എടുക്കുന്നത്. ക്ലാസ്സിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്നും കൂടി ക്ലിയർ ആക്കാനാണ്. സ്പൊറാഞ്ചിയ. This sporangia produced on leaf-like sporophylls. കേട്ടോ, ഈ ലീഫുകളുടെ മുകളിൽ നിങ്ങൾ ഈ കുത്തുകൾ കാണുന്നില്ലേ, കറുത്ത 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 ധാരാളം കുത്തുകൾ. ഈ കുത്തുകളിലാണ് ഇവയിൽ സ്പോറുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ സ്പോറുകളുള്ള ലീഫുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് മക്കളെ സ്പോറോഫിൽ എന്നാണ് പറയാ. സ്പോർ അടങ്ങിയ ലീഫാണ് സ്പോറോഫിൽ. Okay, leaf-like sporophyll. The sporophylls form compact structures. ചില പ്ലാന്റുകളിൽ സ്പോറോഫിൽ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ടീമായിട്ട് കോൺ പോലത്തെ സ്ട്രക്ചേഴ്സ് കാണും. ഓക്കെ, അതിന് സെലാജിനെല്ലയിലും ഇക്യുസിറ്റം ഇതിലൊക്കെ കോണ് പോലെയാണ് സ്പോറോഫിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സ്പൊറാഞ്ചിയയിൽ നമുക്ക് എന്തുണ്ടാവും? സ്പൊറാഞ്ചിയയിൽ നിന്ന് സ്പോറുകൾ ഉണ്ടാകും. സ്പൊറാഞ്ചിയയിൽ നിന്ന് മെയോസിസ് നടന്നിട്ട് സ്പോറുകൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഒരു സ്പോറോഫൈറ്റ് പ്ലാന്റ് ഉണ്ടായി പറയാം. ലീഫ്-ലൈക്ക് സ്പോറോഫിൽ ഉണ്ടായി. ആ സ്പോറോഫിലിൽ നിന്ന് സ്പോറുകൾ ഉണ്ടായി, മെയോസിസ് നടന്നിട്ട് ഇവിടെ നോക്കൂ, കണ്ട ഒരു ചെടി. അതില് ഞാനിപ്പോ ഇവിടെ വരച്ചു This post germinate to multicellular photosynthetic thalloid gametophyte. അപ്പൊ ഇവിടെ ഞാനിതൊന്ന് ജസ്റ്റ് വരച്ചില്ല കേട്ടോ. അപ്പൊ ചെടി ഉണ്ടായി, ചെടിയിൽ നിന്ന് ഒരു പ്ലാന്റ്, നമ്മുടെ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ഉണ്ടായി. ഈ പ്ലാന്റിൽ നിന്ന് ലീഫുകൾ കണ്ടു, നമ്മുടെ സ്പോറോഫിൽ ഇല്ലേ. ഈ സ്പോറോഫില്ലിൽ നമ്മൾ എന്ത് കണ്ടു? സ്പൊറാഞ്ചിയ കണ്ടു. സ്പൊറാഞ്ചിയ. ഈ സ്പൊറാഞ്ചിയയിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പ്ലാന്റ് ബോഡി ടിഷ്യൂ ഇവിടെ കാണിച്ചു തരാം, നല്ലോണം മനസ്സിലാക്കാം. പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് ആണ്, 2N ആണ്. സ്പോറോഫില് 2N ആണ്. സ്പൊറാഞ്ചിയ 2N ആണ്. ഇവിടെ മെയോസിസ് നടന്നു കേട്ടോ, നല്ല ശ്രദ്ധിക്കുക. മെയോസിസ് നടന്നു കഴിഞ്ഞാൽ, മെയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ സ്പോറുകള് എന്നാണ് ഉണ്ടാവുക. സ്പോർസ് എന്താകും? അതിന്റെ പ്ലോയിഡി N ആകും. അപ്പൊ ഈ പ്ലോയിഡി N ആയതുകൊണ്ട് സ്പോറ് നേരിട്ടിട്ട് ഒരു പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ അത് ടെറിഡോഫൈറ്റിക് പ്ലാന്റ് ആയി മാറുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഈ സ്പോറിന് എന്ത് സംഭവിക്കണം? അത് 2N ആവണം. ഓക്കെ,
അപ്പൊ അത് എങ്ങനെയാണ് നമുക്കത് 2n ആയി മാറുക നോക്കാം. ഓക്കെ, spores germinate to multicellular free living photosynthetic. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നല്ല ശ്രദ്ധിക്കുക കേട്ടോ. spores germinate to multicellular free living photosynthetic thalloid gametophyte. ഇങ്ങനെ പ്രോതാലസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ആയിട്ട് ഈ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്യും. ഓക്കെ, സ്പോർ എന്തായി മാറും? പ്രോതാലസ് ആയിട്ട് മാറും കേട്ടോ. ദെൻ പിന്നീട് നമ്മൾ 2n ആണ് ആക്കേണ്ടത് കേട്ടോ. അപ്പൊ എന്ത് സംഭവിക്കും? 2n ആക്കണമെങ്കിൽ ഫ്യൂഷൻ നടക്കണം. ഫ്യൂഷൻ നടക്കണമെങ്കിൽ മെയിൽ സെക്സ് ഓർഗാൻ ഉണ്ടാവണം, ഫീമെയിൽ സെക്സ് ഓർഗാൻ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാകും? സ്പോറിൽ നിന്ന് പ്രോതാലസ് ഉണ്ടായി. പറഞ്ഞ ഇതാണ്, പ്രോതാലസ് ഉണ്ടായി. പ്രോതാലസിൽ നിന്ന് എന്തുണ്ടായി? പറയൂ. പ്രോതാലസിൽ നിന്ന് മക്കളെ, പ്രോതാലസിൽ നിന്ന് മെയിൽ സെക്സ് ഓർഗാൻ ആയിട്ടുള്ള ആന്തറഡിയ ഉണ്ടായി അല്ലേ? മെയിൽ സെക്സ് ഓർഗാൻ ആയിട്ടുള്ള ആന്തറഡിയ ഉണ്ടായി. ഫീമെയിൽ സെക്സ് ഓർഗാൻ ആയിട്ടുള്ള ആന്തറഡിയ പൂർത്തി വരക്കുന്ന പോലെ ഉണ്ടല്ലോ. ഫീമെയിൽ സെക്സ് ഓർഗാൻ ആയിട്ടുള്ള ആർക്കിഗോണിയ ഉണ്ടായി, ആന്തറഡിയ ഉണ്ടായി, ആർക്കിഗോണിയ ഉണ്ടായി. അപ്പൊ നമുക്കറിയാം ആന്തറഡിയയിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആന്തറഡിയയിൽ നിന്ന് ആന്ത്രോസോയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. നേരത്തെ പോലെ തന്നെ ആന്ത്രോസോയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആർക്കിഗോണിയയിൽ നിന്ന് എഗ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോ ഈ പ്രോതാലസ് എന്നായിരുന്നു? ഓക്കെ, ഇത് ഞാൻ പറയുന്നുണ്ട്, ഫുൾ മാർക്ക് വാങ്ങേണ്ടവര് ഇത്ര ഡീപ്പായിട്ട് പോയാൽ മതി. അല്ലെങ്കിലും ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുമ്പോ ആന്തറഡിയ എന്നാണ്, ആർക്കിഗോണിയ എന്നാണ്, ആന്ത്രോസോയിഡ് എന്നാണ്, എഗ് എന്നാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്, ഇവയുടെ ഫ്യൂഷൻ. ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയ, അതൊരു ഫ്യൂഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാവും മക്കളെ. സൈഗോട്ട് ഉണ്ടാവും, സൈഗോട്ട്. ഈ സൈഗോട്ട് പിന്നെ ഇത് 2n ആണല്ലോ. ഇത് 2n ആയതുകൊണ്ട് ഇത് നേരിട്ട് പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, എത്രയാണ് പറഞ്ഞത്? ഞാൻ ഒന്നുകൂടി പറയാം. ഇത് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇവയുടെ പ്ലാന്റ് ബോഡി, ഈ പ്ലാന്റിന്റെ പുറത്ത് സ്പൊറാഞ്ചി അടങ്ങിയ ലീവ്സ് ഉണ്ട്. അതിന്റെ പേരാണ് സ്പോറോഫിൽ. അപ്പോൾ ഈ പ്ലാന്റ് ബോഡി 2n ആണ്, സ്പോറോഫിൽ 2n ആണ്. സ്പോറോഫിലിന്റെ മുകളിൽ സ്പൊറാഞ്ചിയ ഉണ്ട്. അപ്പൊ സ്പൊറാഞ്ചിയ 2n ആണ്. എന്നിട്ട് ഈ സ്പൊറാഞ്ചിയന്റെ ഉള്ളിൽ നിന്ന് മെയോസിസ് നടന്ന് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്ന സ്പോറുകൾ ഉണ്ടാകും. ഈ സ്പോറുകൾ എന്നാണ്? ഹാപ്ലോയിഡ് ആണ്. അപ്പൊ നേരിട്ടിട്ട് ആ എന്നിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാവാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ സ്പോറുകള് പ്രോതാലസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് പ്രാക്ടിക്കലിലൊക്കെ ഉണ്ട്. പ്രോതാലസ് എന്ന് പറഞ്ഞ ഒരു ഹേർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട്, ഫ്രീ ലിവിങ് ആയിട്ട്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് ഇവിടെ വളരുക. ഇതിന്റെ മുകളിലാണ് എന്തുണ്ടാകുന്നത്? ആന്തറഡിയും, മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ആന്തറഡിയും ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ആർക്കിഗോണിയ ഉണ്ടാകുന്നത്. ആന്തറഡിയയിൽ നിന്ന് ആന്ത്രോസോയിഡ് ഉണ്ടായി, ആർക്കിഗോണിയയിൽ നിന്ന് എഗ് ഉണ്ടായി, ഫെർട്ടിലൈസേഷൻ നടന്നു, ഫ്യൂഷൻ നടന്നു, സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്തു, സൈഗോട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടായി. ഇനി വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മള് ഒരു പ്രോതാലസിൽ നിന്ന് മെയിൽ സെക്സ് ഓർഗാൻ ഉണ്ടായി, ഫീമെയിൽ സെക്സ് ഓർഗാൻ ഉണ്ടായി എന്ന് പറഞ്ഞു അല്ലേ? ഒരൊറ്റ താലസിൽ നിന്ന്, പ്രോതാലസിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ ആണും പെണ്ണും സെപ്പറേറ്റ് ഇല്ല. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ അതിനെന്ത് പറയും നോക്കാം നമുക്ക്. നോക്കൂ, ഹെറ്ററോസ്പോറി എന്നാണ് പറയുക.
വെച്ചിട്ട് തന്നെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഹെറ്ററോസ്പോർ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോൾ ഈ കണ്ടത് ഹോമോസ്പോറസ് ആയിരുന്നു ഞാൻ ഇതിന്റെ മുമ്പ് വരച്ചത്. അതായത് ഒരു ടൈപ്പ് സ്പോറേ ഉണ്ടായുള്ളൂ. ആ സ്പോറിൽ നിന്ന് ഒരു പ്രോതാലസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൽ നിന്ന് ആ പ്രോതാലസിൽ നിന്ന് എന്ത് സംഭവിച്ചു? മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ടായി. അപ്പൊ ഇനി 2 ടൈപ്പ് സ്പോർ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു സ്പോറിന് പകരം 2 ടൈപ്പ് സ്പോർ വരയ്ക്കാൻ പോകണം കേട്ടോ. 2 ടൈപ്പ് സ്പോറുകൾ. ഒന്ന് ഇതുണ്ടാവുന്നതിന് മുമ്പ് എന്തുണ്ടാവും? ഒന്ന് മൈക്രോസ്പോർ. എന്താണ് മൈക്രോസ്പോർ എന്ന് പറഞ്ഞാൽ? കുഞ്ഞു സ്പോറുകൾ അല്ലെങ്കിൽ മെയിൽ സ്പോർ ഉണ്ടാവും. Then മാക്രോസ്പോർ. അത് മൈക്രോസ്പൊറാഞ്ചിയും മാക്രോസ്പൊറാഞ്ചിയും ഉണ്ടായി. അതിൽ നിന്ന് മൈക്രോസ്പോറും ഉണ്ടാവും, മാക്രോസ്പോറും ഉണ്ടാവും. ഈ മൈക്രോസ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് മെയിൽ പ്രോതാലസ് ആയിട്ട് മാറും. മെയിൽ പ്രോതാലസ് ആയിട്ട് മാറും. മാക്രോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് ഫീമെയിൽ പ്രോതാലസ് ആയിട്ട് മാറും. ഓക്കെ, മാക്രോസ്പോർ ഫീമെയിൽ, മെയിലും ഉണ്ടായി ഫീമെയിലും ഉണ്ടായി. മൈക്രോസ്പോർ മെയിൽ പ്രോതാലസ് ആയി മാറി. അതാ മാക്രോസ്പോർ ഫീമെയിൽ പ്രോതാലസ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു മെയിൽ പ്രോതാലസ് ഉണ്ടായി, ഇപ്പുറത്ത് ഒരു ഫീമെയിൽ പ്രോതാലസ്. 2 ടൈപ്പ് പ്രോതാലസ് ഉണ്ടായി. അപ്പൊ നമുക്ക് എന്താണ്? ആന്തറിഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതിലാണ്? മെയിൽ പ്രോതാലസിലാണ്. റൈറ്റ്. ആർക്കിഗോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫീമെയിൽ പ്രോതാലസിൽ. അതായത് ഇത് ആണും പെണ്ണുമായി സെപ്പറേറ്റ് ആയി, മെയിലും ഫീമെയിലുമായി 2 ടൈപ്പ് പ്രോതാലസുകൾ ഉണ്ടായി. ഇവിടെ ആന്തറിഡിയ പ്രൊഡ്യൂസ് ചെയ്തു, ഇവിടെ ആർക്കിഗോണിയ പ്രൊഡ്യൂസ് ചെയ്തു. ഇതിൽ നിന്ന് ആന്തറോസോയിഡ് ഉണ്ടായി, ഇപ്പുറത്ത് നിന്ന് എഗ് ഉണ്ടായി. അപ്പൊ ഇവിടെ ഒരു കാര്യം, ഈ ആന്തറോസോയിഡ് വന്നിട്ട് ഫീമെയിൽ പ്രോതാലസിൽ വന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? സൈഗോട്ട് ഉണ്ടാവുന്നത്. അല്ലെ? ഫീമെയിൽ പ്രോതാലസിൽ വന്നിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സൈഗോട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹെറ്ററോസ്പോറി ഈസ് ദ പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ് എന്ന് പറയാം. അതായത് സീഡ് ഹാബിറ്റ് എങ്ങനെയാണ്? ഫീമെയിൽ പ്ലാന്റിൽ വെച്ചിട്ടല്ലേ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസൈഡ് ദ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഹെറ്ററോസ്പോറിയെ നമ്മൾ എന്ത് പറയാം? പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ് എന്ന് പറയാം. ടീച്ചർ ഒന്നുകൂടി ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാം. നേരത്തെ കണ്ടത് ഒരു ടൈപ്പ് സ്പോറിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രോതാലസ് ആയിരുന്നു. ഇപ്പൊ രണ്ടാമത് ഹെറ്ററോസ്പോറി എന്ന് പറഞ്ഞാല് 2 ടൈപ്പ് സ്പോറുകളുണ്ട്. ഒന്ന് മൈക്രോസ്പോറും ഒന്ന് മാക്രോസ്പോറും. മൈക്രോസ്പോറിൽ നിന്ന് എന്തുണ്ടാകും? മെയിൽ പ്രോതാലസ് ഉണ്ടാകും. മാക്രോസ്പോറിൽ നിന്ന് ഫീമെയിൽ പ്രോതാലസ് ഉണ്ടാകും. ഈ മെയിൽ പ്രോതാലസിൽ നിന്ന് മെയിൽ സെക്സ് ഓർഗനായിട്ടുള്ള ആന്തറിഡിയ ഉണ്ടാകും. ഫീമെയിൽ പ്രോതാലസിൽ നിന്ന് ഫീമെയിൽ സെക്സ് ഓർഗനായിട്ടുള്ള ആർക്കിഗോണിയ ഉണ്ടാകും. ദെൻ എന്ത് സംഭവിക്കും? ആന്തറിഡിയയിൽ നിന്ന് ആന്തറോസോയിഡ് ഉണ്ടാകും. ആർക്കിഗോണിയയിൽ നിന്ന് എഗ് ഉണ്ടാകും. ആന്തറോസോയിഡ് ഈ ഫീമെയിൽ പ്രോതാലസിലുള്ള ആർക്കിഗോണിയയിൽ വന്ന് അതിൻ്റെ എഗ്ഗുമായിട്ട് ഫ്യൂഷൻ നടക്കും. എന്നിട്ട് ഫീമെയിലാണ് എന്തുണ്ടാകുന്നത്? സൈഗോട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, എന്നാൽ അതിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ ഹെറ്ററോസ്പോറിയെ പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ് എന്ന് പറയും കേട്ടോ. ഇതൊക്കെ നിന്റെ ലൈഫ് സൈക്കിൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചതാണ്. ഓക്കെ, ഞാൻ ടെറോഡോഫൈറ്റ് അവസാനിക്കാൻ പോവാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ
താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ക്ലാസ്സുകൾ എത്ര ക്ലാസ്സാണ് ടെറഡോഫൈറ്റുകൾ നമുക്ക് പഠിക്കാനുള്ള? സൈലോപ്സിഡ, റൈറ്റ്? സൈലോപ്സിഡ, സൈലോട്ടം എക്സാമ്പിൾ. ലൈക്കോപ്സിഡ, ലൈക്കോപ്സിഡയ്ക്ക് സെലാജിനെല്ല, ലൈക്കോപോഡിയം ഇതൊക്കെ എക്സാമ്പിൾ ആണ്. സ്ഫീനോപ്സിഡ ഇക്യുസിറ്റം എക്സാമ്പിൾ ആണ്. ടീറോപ്സിഡ ഡ്രയോപ്റ്റെറിസ് ടെറിസ് അഡിയാൻഡം. ഓക്കെ, അത് ടി ടി അല്ല പി ടി എന്ന് വന്ന ലെറ്ററിനാണ് ഇതിലുള്ളത്. ഓക്കെ, ദെൻ ഇത് ഓർത്ത് വെക്കാനുള്ള ട്രിക്കാണ്. പ്ലീസ് ടെറിഡോ, പി സൈലോട്ടം, എൽ ലൈക്കോപോഡിയം, ഇ ഇക്യുസിറ്റം, എ അഡിയാൻഡം, എസ് സെലാജിനെല്ല, ടെറി ടെറി ടെറിസ്, ഡോ ഡ്രയോപ്റ്റെറിസ്. ഇങ്ങനെ ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി പ്ലേസ് ആക്കണ്ട. നിങ്ങൾക്ക് കാണാൻ പഠിക്കാൻ പറ്റിച്ചാൽ അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ഏറെക്കുറെ അവസാനിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. പക്ഷേ ഇത് എല്ലാം കൂടി എനിക്കിത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതെല്ലാം കൂടി നമ്മൾ അത്ര റിസ്ക് എടുത്തിട്ടുള്ള ഒരു വീഡിയോ, ഒരു ഫുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. അതായത് അത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഭയങ്കര ഹാർഡ് വർക്കിൻ്റെ മനസ്സിലാക്കുക. ജിംനോസ്പേംസ് എന്ന് പറഞ്ഞാൽ ഇവയെ നമ്മളെ വിളിക്കുന്ന വിളിപ്പേരുണ്ടല്ലോ. നമ്മൾ ബ്രയോഫൈറ്റുകളെ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിച്ചു, ടെറഡോഫൈറ്റുകളെ വാസ്കുലർ ക്രിപ്റ്റോഡിയാൻസ് എന്ന് വിളിച്ചു. അപ്പോൾ ഇനി നമുക്ക് ജിംനോസ്പേമുകളെ എന്താ വിളിക്കുക? അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നേക്ഡ് സീഡഡ് പ്ലാന്റ്സ്. എന്ന് വെച്ചാൽ ഫ്രൂട്ടിന്റെ ഉള്ളിലല്ല ഉള്ളത്. They have naked seeds. Naked seeds as the ovules are not enclosed by any ovary wall. Ovary wall enclosed ആണെങ്കിലല്ലേ സീഡിന് ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. ഫ്രൂട്ട് ഇല്ല, സീഡ് എക്സ്പോസ്ഡ് ആണ്. ഇതുകൊണ്ടാണ് ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ജിംനോസ്പേംസ് ഇൻക്ലൂഡ്സ് മീഡിയം സൈസിൽ, ഇതൊക്കെ ജസ്റ്റ് പറയുന്നതാണ് കേട്ടോ. മീഡിയം സൈസിൽ ട്രീസ് ഉണ്ട്, ടാൾ ട്രീസ് ഉണ്ട്, ഷ്രബുകളുണ്ട്, എല്ലാ ടൈപ്പ് പ്ലാന്റുകളുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ഒരു പ്ലാന്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈന്ത് എന്ന് പറയുന്നത് പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ ഇത് വെച്ചിട്ട് പന്തലുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഉള്ള കായ വെച്ചിട്ട് നമ്മൾ ഈന്തിൻ്റെ പുട്ടൊക്കെ ചുട്ടിരുന്നു. പഴയ ആളുകളൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ, എന്നാലും നമുക്ക് കഴിക്കാം. Okay, gymnosperms includes medium sized trees or tall trees, shrub. Tallest ആയിട്ടുള്ള സെക്വയ കാണുന്നത്, സെക്വയ പ്ലാന്റിന് നിങ്ങൾക്ക് അറിയാം, സെക്വയ കാണുന്നത് ജിംനോസ്പേമിലാണ് കേട്ടോ. ദെൻ ഇവിടെ റൂട്ട് ഇസ് ജനറലി ടാപ്പ് റൂട്ട്. ഇവിടെ റൂട്ടിൽ അസോസിയേറ്റ് ചെയ്ത് ഫംഗൽ അസോസിയേഷൻ കാണും, മൈക്കോറൈസ എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടോ. ദെൻ നെക്സ്റ്റ് സ്റ്റെം ബ്രാഞ്ച്ഡ് ആണ്. പൈനസിൽ സ്റ്റെം ബ്രാഞ്ച്. പൈൻ കാടുകൾ കണ്ടിട്ടില്ലേ നമ്മൾ ഊട്ടിയിലൊക്കെ? പൈൻ ഫോറസ്റ്റുകൾ, ഊട്ടി, കൊടൈക്കനാല്, വാഗമണ്ണ്, ഇവിടെയൊക്കെ നമ്മൾ കേരളത്തിൽ ഉള്ളിൽ കൂടെ തന്നെ പോയ പല സ്ഥലത്തുനിന്നാണ് അല്ലേ കേരളത്തിൽ? ഓക്കെ ഓക്കെ. ആൻഡ് ദെൻ സ്റ്റെം ഇസ് ബ്രാഞ്ച്ഡ്. പൈനസിൽ, പൈൻ മരങ്ങളിൽ സ്റ്റെം ബ്രാഞ്ച്ഡ് ആണ്. സൈക്കസിൽ എന്താ ചിത്രം നോക്കൂ നിങ്ങൾ, അൺബ്രാഞ്ച്ഡ് ആണ്, തെങ്ങ് പോലെയാണ് കാണുന്നത് കേട്ടോ. ലീവ്സ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട്. ഓക്കെ, ദെൻ ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ പ്ലാന്റുകൾക്ക്. They are well adapted to withstand extreme conditions. നമ്മളെ പോലെയൊന്നും അല്ല. നമ്മൾ ചൂടെടുത്ത അയ്യോ ചൂട്, എക്സാം ടഫായ അയ്യോ ഭയങ്കര ടഫ്, അമ്മ വഴക്ക് പറഞ്ഞ അയ്യോ എൻ്റെ അമ്മ ഭയങ്കര മോശം, അങ്ങനെയല്ലേ? ഈ ചെടികൾ അങ്ങനെയല്ല. They are well adapted to withstand extreme conditions of temperature, humidity, wind. ഇതിനൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ള പവറുള്ള പ്ലാന്റുകളാണ് ജിംനോസ്പേംസ്. ഇവയ്ക്ക് നീഡിൽ, ഇത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. നീഡിൽ ലൈക്ക് ലീവ്സ് ഉണ്ട്. അവിടെ ലീഫുകൾ ഇങ്ങനെ നീഡിൽ പോലെയാണ്, നമ്മളെ പോലെ പരന്ന വാഴേൻ്റെ പോലത്തെ ലീഫല്ല. നീഡിൽ ലൈക്ക് ലീവ്സ് ഉണ്ട്. തിക്ക് ക്യൂട്ടിക്കിൾ, ലീഫിന്റെ മുകളിലുള്ള ക്യൂട്ടിക്കിൾ തിക്കാണ്. എന്തിനാ? വാട്ടർ ലോസ് തടയാൻ വേണ്ടി. സങ്കൻ സ്റ്റൊമാറ്റ, സ്റ്റൊമാറ്റോ പുറത്തിരിക്കുമ്പോഴല്ലേ വെള്ളം നഷ്ടപ്പെടുള്ളൂ. സ്റ്റൊമാറ്റോ ഉള്ളിലാണ് ഇരിക്കുന്നത്, കാരണം വെള്ളം നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി. ഈ പോയിന്റുകൾ നമ്മളടുത്ത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം. ഓക്കെ,
ദെൻ കോറലോയിഡ് റൂട്ട്സ് ഉണ്ട്. കോറലോയിഡ് റൂട്ട്സ് എവിടെയാണ് കാണുന്നത്? സൈക്കസ്, ഈ പ്ലാന്റിലെ സൈക്കസ് പ്ലാന്റുകളുടെ റൂട്ടിൽ കാണുന്ന നൈട്രജൻ ഫിക്സിംഗ് സൈനോ ബാക്ടീരിയ ഉള്ള റൂട്ടുകൾക്ക് പറയുന്ന പേരാണ് കോറലോയിഡ് റൂട്ട്. നീറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അവിടെ സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡോറോഡോഫൈറ്റ് വന്ന തൊട്ട് നമുക്ക് സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡിയാണ്, 2N ആണ് അല്ലേ. അവിടെ റീപ്രൊഡക്ഷൻ ജിംനോസ്പേംസ് ആർ ഹെറ്ററോസ്പോറസ്. ഹെറ്ററോസ്പോറസ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മള് ടെറിഡോഫൈറ്റിൽ ഹോമോസ്പോറസും കണ്ടു, ഹെറ്ററോസ്പോറസും കണ്ടു. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ്. അപ്പൊ ദേ പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് മൈക്രോസ്പോറുകൾ ഉണ്ടാകും, മെഗാസ്പോറുകൾ ഉണ്ടാകും. മൈക്രോസ്പോർ എന്ന് പറഞ്ഞാൽ മെയിൽ അല്ലേ. മെയിൽ സ്ട്രോബൈലർ കോൺ ഹാസ് മൈക്രോസ്പോറോഫിൽ വിച്ച് ബെയർ മൈക്രോസ്പോറാൻസിയ. അതിന്റെ മുകളിൽ മൈക്രോസ്പോറുകൾ ഉണ്ടാകും മെയിൽ സ്ട്രോബൈലസിൽ. ദെൻ ഫീമെയിലോ? ഫീമെയിൽ കോൺ ഉണ്ടാവും. മെയിൽ കോണും ഉണ്ട്, ഫീമെയിൽ കോണും ഉണ്ട് കേട്ടോ. അത് നമ്മൾ പൈനിന്റെ ഒക്കെ കാണാം. ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ലാബിൽ ഉണ്ടാവും. ടീച്ചറോടൊന്ന് ചോദിച്ചു നോക്കുക കേട്ടോ. ചിത്രത ഈ ഫീമെയിൽ കോൺ നമ്മൾ എപ്പോഴും കാണാറുണ്ട് അല്ലെ, ഫീമെയിൽ കോൺ. അപ്പൊ ഫീമെയിൽ കോണിന് എന്താണുള്ളത്? മെഗാസ്പോറോഫിൽ ഉണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫീമെയിൽ കോണ് അത് മാതിരി ഇപ്പൊ ഇങ്ങനെ ഒരു കോൺ ഉണ്ട് വെച്ചാല് അതിലിങ്ങനെ ഇരിക്കില്ലേ, ഇതാണ് സ്പോറോഫിൽസ്. ഫീമെയിൽ കോണിന് ആ സ്ട്രോബൈലസിന്റെ ഉള്ളില് അല്ലെങ്കിൽ കോണിന്റെ ഉള്ളില് കുറെ സ്പോറോഫിൽസ് ഉണ്ടാകും. ഇതിനെ നമ്മള് മെഗാസ്പോറോഫിൽ എന്ന് പറയും. അപ്പൊ മറ്റേലും മൈക്രോസ്പോറോഫിൽ ആട്ടോ, മെയില് മൈക്രോസ്പോറോഫിൽ. ഇതിന്റെ ഉള്ളിൽ മെഗാസ്പൊറാൻസിയ ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഓഫ്യൂൾ ഉണ്ട്. ദെൻ മെഗാസ്പോർ മദർ സെൽ ഡിവൈഡ്സ് മെറ്റൽ ഫോം 4 മെഗാസ്പോറുകൾ ഉണ്ടാകും കേട്ടോ. Then 1 megaspore develops into female gametophyte or archegonia. ഒന്നിൽ നിന്ന് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാകും. എന്നിട്ട് പോളൻ ഗ്രെയിൻസ് എയർ കറന്റ്, ഇപ്പൊ മെയിലിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് എയർ കറന്റ് മുഖേന വന്നിട്ട് ഓവ്യൂളിലെത്തും. ഫോം പോളൻ ട്യൂബ് വിച്ച് റീച്ച് ആർക്കിഗോണിയിലെത്തും. എഗ്ഗുമായിട്ട് ഫ്യൂഷൻ നടക്കും. എന്നിട്ട് സൈഗോട്ട് ഉണ്ടാകും. ഓക്കെ, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. എംബ്രിയോ അതായത് സീഡ് നോട്ട് എൻക്ലോസ്ഡ് ആണ്, കവേർഡ് അല്ല സീഡ് കേട്ടോ. ഓക്കെ, ലൈഫ് സൈക്കിൾ അത് മുന്നേ നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാണ്ടായിരുന്നു. ഇപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ തരണം. ഓക്കെ, മെയിൽ കോണ്, മെഗാസ്പോർ, മൈക്രോസ്പോറോഫില്, മൈക്രോസ്പോറാൻസി ഉണ്ടാകും. അതിൽ മെയോസിസ് ഇത്രയും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോ ഈ ജിംനോസ്പേമില് നമ്മൾ പറഞ്ഞു 2 ടൈപ്പ്. ഹെറ്ററോസ്പോറസ് ആണ് എല്ലാം. അതായത് മെയിലിന് വേണ്ടിയിട്ടുള്ള മെയിൽ കോണും ഫീമെയിലിന് വേണ്ടിയിട്ടുള്ള ഫീമെയിൽ കോണും കാണുന്നുണ്ട്. ഇതൊക്കെ മെയിൽ കോൺ കാണുന്നുണ്ട്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം അല്ലെ. മെയിൽ കോൺ കാണുന്നുണ്ട്, ഫീമെയിൽ കോണും കാണുന്നുണ്ട്. ഈ മെയിൽ കോണിൽ നിന്ന് മൈക്രോസ്പോറോഫിൽ ഉണ്ടാകും. അതിൽ നിന്ന് ഇവിടെ മൈക്രോസ്പോറോഫിൽ ഉണ്ടാകും, മൈക്രോസ്പൊറാൻസി ഉണ്ടാകും, മെയോസിസ് നടക്കും അല്ലേ. ഈ ഫീമെയിലിൽ നോക്കൂ, മെഗാസ്പോറോഫിൽ ഉണ്ടാകും, മെഗാസ്പൊറാൻസി ഉണ്ടാകും, മെഗാസ്പോർ മദർ സെല്ല്, മെഗാസ്പോർ ആർക്കിഗോണിയ എഗ്. ദെൻ ഈ ഫ്യൂഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടാകും, സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാകും, എംബ്രിയോയിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അതായത് 2 ടൈപ്പ് ഹെറ്ററോസ്പോറസ് ആണെന്ന് ആലോചിച്ചാൽ മതി. മെയിൽ കോണും ഫീമെയിൽ കോണും പൈനസിന്റെ നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഇതിന്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് പോവാണ്. ഈ ചാപ്റ്ററിന്റെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അങ്ങനെ കുറെ ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. എന്നാലും ഇത്രയും കുറച്ച് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആൻജിയോസ്പേം പ്ലാന്റ് ഗ്രൂപ്പ്.
ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രൂപ്പ്. എന്തൊരു ഭംഗിയാണ് നമുക്ക് ഫ്ലവേഴ്സ് കാണുന്നില്ലേ. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അനാട്ടമി ആയിട്ട് പഠിക്കുന്നുണ്ട്, അതിന്റെ മോർഫോളജി പഠിക്കുന്നുണ്ട്, അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഫിസിയോളജി പഠിക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഈ ചാപ്റ്ററിൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ആൻജിയോസ്പെർമുകളെ നമ്മൾ എന്ത് വിളിക്കും? ആൻജിയോസ്പെർമ്സ് ആർ കോൾഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് വിളിക്കും. They have pollen grains and ovules are developed in flowers. ഫ്ലവേഴ്സിന്റെ ഉള്ളിലാണ് മെയിൽ പോളൻ ഗ്രെയിൻസും ആൻഡ് ഓവ്യൂൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ സീഡുകൾ ഫ്രൂട്ടിന്റെ ഉള്ളിലാണ് എൻക്ലോസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് 2 ക്ലാസ്സുകളുണ്ട്. ഏതൊക്കെയാ? ഡൈക്കോട്ടിലിഡൻസ്, ഡൈക്കോട്ട് പ്ലാന്റുകളുണ്ട്. മോണോക്കോട്ടിലിഡൻസ്, മോണോക്കോട്ട് പ്ലാന്റുകൾ, തെങ്ങ്, പന, ഇതൊക്കെ വരുന്നത് അല്ലേ. ദെൻ 2 കോട്ടിലിഡൻസ് ഉള്ളതാണ് ഡൈക്കോട്ട് പ്ലാന്റ്. നമ്മൾ മോർഫോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. They have one cotyledon. സ്മോളസ്റ്റ് ആൻജിയോസ്പെർമിന്റെ പേര് വോൾഫി ആണ്. സ്മോളസ്റ്റ് ആൻജിയോസ്പെർം. ലാർജസ്റ്റ് ട്രീ ആയിട്ടുള്ള യൂക്കാലിപ്റ്റസ് കാണുന്നുണ്ട്. ദെൻ ഫ്ലവേഴ്സിന്റെ ഉള്ളിലാണ് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കേ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ്, പ്രോതാലസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കട്ടെ. നമ്മൾ പിന്നീട് ചെയ്യാം കേട്ടോ. ഇതിനേക്കാൾ കൂടുതൽ ഈ ഒരു വീഡിയോ ഒക്കെ താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തായാലും പ്ലാൻ കിങ്ഡം എന്നുള്ള ഒരു ചാപ്റ്റർ ഐ തിങ്ക് ഇതിനേക്കാൾ സ്ലോ ആയി എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു 3-4 മണിക്കൂറിന്റെ വീഡിയോ ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ്, എന്നാലും പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വീഡിയോ സ്ലോ ആയിട്ട് തന്നെ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ. ഇടയിൽ സ്കിപ്പ് ചെയ്ത് അടുത്തയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി മനസ്സിലായവർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്തോളൂ കേട്ടോ. ഒന്നുമില്ല, ഇതിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് ശരിക്കും ഉപകാരപ്പെടുക എന്നുള്ള രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നന്നായി പഠിക്കുക. എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങട്ടെ. മുമ്പ് ഉള്ള അതിൻ്റെ മുമ്പത്തെ കൊല്ലങ്ങളിലൊക്കെ ഉള്ള വീഡിയോസിൻ്റെ ഒക്കെ താഴെ കമൻറ്റ് ഉണ്ടായിരുന്നു. കുറേ പേര് ബോട്ടണി എടുത്തിട്ടുണ്ട്, ഡിഗ്രീൻ്റെ വീഡിയോ ചെയ്ത് കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ടൈമില്ല, സ്കൂളിൽ പോകാണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇത് വന്ന് ചെയ്യുന്നത്. നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായി പഠിക്കുക, നല്ല കുട്ടികളായിരിക്കുക, സന്തോഷമായിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.